اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدر يا موسى. صدق الله العظيم. സഹോദരന്മാരെ, നമ്മൾ നിൽക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനി ഇസ്രായേലികളെയും കൊണ്ട് മിസ്രിൽ നിന്ന് രക്ഷപ്പെട്ട് സീനാ മരുഭൂമിയിൽ തമ്പടിച്ചിരിക്കുന്ന ഭാഗത്താണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ കാര്യം. തൗറാത്ത് വാങ്ങിക്കൊണ്ടുവന്നു വരുമ്പോഴുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞു. ബനി ഇസ്രായേലുകാർ പശുക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട് വൻ കുറ്റകൃത്യത്തിലേക്ക് വഴുതി വീണതായ ദാരുണമായ സംഭവമാണ് നമ്മൾ ഇന്നലെ വിവരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൗറാത്തിനെ കുറിച്ചും എന്താണ് അതിന്റെ ഒരു ചെറിയ വിവരണങ്ങളൊക്കെ ഒന്ന് നൽകണമെന്ന് തോന്നിയത് കൊണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് തൗറാത്ത്, എന്താണ് വിശുദ്ധ വേദം എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയുന്ന വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ വേദഗ്രന്ഥം, അറബിയിൽ പറഞ്ഞാൽ അൽ കിതാബുൽ മുഖദ്ദസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിലുള്ള ഉള്ളടക്കങ്ങൾ എന്താണ് അതിലെ വിഷയം എന്നുള്ളതൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് നോക്കാം. തൗറാത്തിൽ എന്താണുള്ളത്? ഇന്ന് തൗറാത്ത് എന്ന് അറിയപ്പെടുന്നതായ കിതാബിലൊക്കെ തന്നെ അത് മുഴുവൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് വഹി ലഭിച്ചതാണോ, അല്ലെങ്കിൽ അതിലേക്ക് വേറെ ഏതെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറഞ്ഞതായ വിഷയങ്ങളിൽ വല്ല കൈകടത്തലുകളും വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു വിഭാഗമാണ് മുസ്ലിങ്ങളാണെന്ന വിഭാഗം അല്ല എന്നൊക്കെ അഭിപ്രായമുണ്ട്. എന്നാലും ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത്, പിന്നീട് മുസ്ലിമീങ്ങൾ, പിന്നെ വേദക്കാരായ വിഭാഗം ജൂതന്മാരാണ്. അംഗസംഖ്യ കൊണ്ടിട്ട് വളരെ കുറവാണെങ്കിലും മൂന്നാം സ്ഥാനത്ത് അവർ തന്നെ.
വേദക്കാരല്ലാത്തവരുണ്ട്, ഹിന്ദുക്കളും മറ്റുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ട്, ജൈനരും ബുദ്ധരൊക്കെ ഉണ്ട്. അപ്പൊ നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിച്ചു വരുന്ന, ജൂതരും ക്രിസ്ത്യാനികളും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, അതുപോലെ മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന ഗ്രന്ഥമാണ് തൗറാത്ത്. പക്ഷേ വിശദാംശങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ യഥാർത്ഥ തൗറാത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ യഥാർത്ഥ ഇഞ്ചീലിൽ നമ്മൾ വിശ്വസിക്കുന്നു, ഖുർആനിൽ നമ്മൾ വിശ്വസിക്കുന്നു. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, അങ്ങനെയല്ലേ പറഞ്ഞത്? ഓ പ്രവാചകരെ, അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ടിട്ടും അവിടത്തെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് ഉത്ബോധനം ചെയ്യപ്പെട്ടതായിരിക്കുന്ന പരിശുദ്ധമായ വേദങ്ങളെ കൊണ്ടും വിശ്വസിക്കുന്നവർ എന്നാണ് സത്യവിശ്വാസികളെ കുറിച്ച് കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചത്. എന്താണ് മാ ഉൻസില മിൻ ഖബ്ലിക? അത് തൗറാത്ത്, ഇഞ്ചിൽ, യഥാർത്ഥ തൗറാത്തും ഇഞ്ചിലും. അപ്പോൾ ഇന്ന് ജൂതരെ കയ്യിലുള്ളതായിരിക്കുന്ന തൗറാത്ത്, ക്രിസ്തീയരെ കയ്യിലുള്ളതായിരിക്കുന്ന വേദപുസ്തകം, അതൊക്കെ യഥാർത്ഥ തൗറാത്തും ഇഞ്ചിലുമാണോ? ആണെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ അത് മുഴുവനും വ്യാജമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. ഇന്നത്തെ തൗറാത്ത്, നമ്മൾ ഈ തൗറാത്തിനെ കൊണ്ട് ജൂതന്മാരുടെ വിശ്വാസം നോക്കുകയാണെങ്കിൽ അവരേതുകൊണ്ട് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ? ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അൽ അഹദുൽ ഖദീം എന്ന് പറയുന്നതായ തൗറാത്തും അതിനോട് ചേർക്കപ്പെട്ടതായിരിക്കുന്ന ചില പുസ്തകങ്ങളും, അതിൽ മാത്രമേ ജൂതന്മാർ വിശ്വസിക്കുന്നുള്ളൂ. എന്നാൽ ക്രിസ്ത്യാനികൾ ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയിൽ അടക്കമുള്ളതായിരിക്കുന്ന പുസ്തകങ്ങൾ, എത്ര പുസ്തകം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ജൂതന്മാര് തൗറാത്തിൽ മാത്രം വിശ്വസിക്കുന്നു, ക്രിസ്ത്യാനികൾ തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുന്നു. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും അവർ വിശ്വസിക്കുന്നു. ന്യൂ ടെസ്റ്റ്മെന്റിൽ ജൂതന്മാര് വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ മുസ്ലിമീങ്ങളെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. അതാണ് മുസ്ലിമീങ്ങളാക്കുന്നത്, അല്ലേ? നമുക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ അവതരിപ്പിക്കപ്പെട്ട യഥാർത്ഥ തൗറാത്ത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിന് അവതരിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഇഞ്ചീലിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ജൂതരും ക്രിസ്ത്യാനികളും അവർക്ക് ശേഷമുള്ളതായിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്നില്ല. മുസ്ലിമീങ്ങള് അവർക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്, യഥാർത്ഥമായത് മാത്രം. ഖുർആനിലെ അല്പം പോലും വിശ്വസിക്കുന്നില്ല ജൂതന്മാര്, ഖുർആനിലെ അല്പം പോലും വിശ്വസിക്കുന്നില്ല ക്രിസ്ത്യാനികള്. അവർക്ക് തള്ളിക്കളയുകയാണ്. അതുപോലെ തന്നെ ബൈബിളിലെ ന്യൂ ടെസ്റ്റ്മെന്റിലെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റിലെ ഒരല്പം പോലും വിശ്വസിക്കുന്നില്ല. ആര്? ജൂതന്മാര്. അപ്പൊ ജൂതരും ക്രിസ്ത്യരും ഈ വിഷയത്തിൽ ഒന്നാണ്. അതായത് അല്ലെ, ചിലത് കൊണ്ട് വിശ്വസിക്കുന്നു, ചിലതിനെ അവർ വിശ്വസിക്കാതിരിക്കുന്നു. ഇതില് ഈ രണ്ട് വിഭാഗവും സമമാണ്, ജൂതന്മാരും ക്രിസ്ത്യരും. കാരണം ക്രിസ്ത്യര് പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല, ജൂതന്മാര് ഈസാ നബിക്ക് ഇറക്കപ്പെട്ടതുകൊണ്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഈസാ നബി തന്നെ വ്യാജ പ്രവാചകനാണ് അവരുടെ വീക്ഷണത്തിൽ. ക്രിസ്ത്യാനികൾക്ക് വ്യാജ പ്രവാചകനാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖുർആനിൽ വിശ്വസിക്കുന്നില്ല, ജൂതന്മാര് ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റിലും വിശ്വസിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസിയുടെ സ്ഥിതി എന്താണ്? അൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. നമ്മുടെ നയം അതാണ്. അതില് തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാം പ്രവാചകന്മാരുടെ വചനങ്ങളുണ്ട്, അള്ളാഹുവിന്റെ വചനങ്ങളുണ്ട്. പക്ഷെ ഇന്നതാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വയ്യ. കാരണം അതിൽ തന്നെ
പല വ്യത്യാസങ്ങളും കാണുന്നുണ്ട്. ചിലപ്പോ അവര് വഹി ഇറക്കപ്പെട്ടതായിരിക്കുന്ന ആ വഹിന്റെ മാന കൊണ്ടായിരിക്കും അവരിൽ എഴുതിയത് അധിക ഭാഗവും അതിന്റെ ആശയമാണ് എഴുതിയത്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ ലഫ്ളും അതുപോലെ തന്നെ അതിന്റെ ആശയമൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ്. അതിന്റെ വചനവും അതിന്റെ ആശയവും ഒക്കെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. തൗറാത്തിലും ഇഞ്ചിലും അതൊന്നല്ല. കാരണം തൗറാത്ത് തന്നെ 900 വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ടതാണെന്നാ പറയുന്നത് തൗറാത്തിലുള്ളത്. അതായത് അവരുടെ കാലശേഷമുള്ളതായിരിക്കുന്ന ആളുകൾ എഴുതിയത്, അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് എഴുതിയത്, ഇങ്ങനെ കേട്ടുപോകുന്നത് മനസ്സിൽ നിന്ന് എടുത്ത് എഴുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് കിതാബുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പഴയ വേദവും പുതിയ വേദവും അപ്പൊ പറഞ്ഞു എന്താണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അൽ അഹദുൽ ഖദീം എന്ന് പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് പ്രവാചകന്മാർക്ക് അള്ളാഹു തആല വഹി അറിയിക്കപ്പെട്ട സംഗതികൾ എഴുതിയതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്, ക്രിസ്ത്യാനികള്. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ആരെങ്കിലും റൂമിലാരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? എല്ലാരും ചോദിച്ചിട്ടില്ല, ഒരു അനക്കും കാണില്ല. കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പോവേ. ഉണ്ട്. ആരൊക്കെ റൂമിലുള്ളത്? എല്ലാരും ഉള്ളോലെന്ന് ഓരോ പൂടി എത്ര ആള് കേൾക്കാനുണ്ട്? അല്ലെങ്കിൽ നമുക്ക് വേറെ പണിയുണ്ട്. അറിയണ്ടോ? ഓക്കെ. അപ്പോ നമ്മള് ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ ജീവിക്കുന്നവരാണ് നമ്മളും. അതുപോലെ നമ്മള് ഇഞ്ചീൽ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, തൗറാത്ത് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കണം, കുറച്ചൊക്കെ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. പഴയ കാലം മാതിരിയല്ലല്ല. ഇപ്പോ എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും ആശയങ്ങളും പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് വളരെ സജീവമായിട്ട് വിജ്ഞാനപരമായ ചർച്ചകൾ നടക്കുന്ന കാലഘട്ടമാണ്. ബാത്തിലുണ്ടാവും, ഹക്കും ഉണ്ടാകും. അപ്പൊ നമ്മൾ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അവരുടെ വേദപുസ്തകത്തിലെ ന്യൂ ടെസ്റ്റ്മെന്റ് അല്ല ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അഹദുൽ ഖദീമിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈസാ നബി അലൈഹി ഇസ്ലാം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അമ്പിയാക്കൾക്ക് അള്ളാഹു തആല വഹി ഇറക്കിയതാണ് എന്നാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് 4 പുസ്തകമാണത്. 5 പുസ്തകം. 5 പുസ്തകമാണ് ഈ ന്യൂ ടെസ്റ്റ്മെന്റിലുള്ളത്. ആണല്ലേ? ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം. പിന്നെന്താ ഒന്ന് പറഞ്ഞോളേ. ഉൽപ്പത്തി എന്ന് പറഞ്ഞാല് തെക്വീൻ എന്നാണ് അറബിയിൽ അതിന് പറയാം. തെക്വീൻ. അതെ. അതായത് ബൈബിളിന്റെ ഒന്നാമത്തെ ഇനമായ ഓൾഡ് ടെസ്റ്റ്മെന്റ്. അതിൽ 36 പുസ്തകങ്ങളുണ്ട് മൊത്തത്തില്. എത്ര പുസ്തകം? 36 പുസ്തകങ്ങളുണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് തന്നെ. അപ്പൊ കൂട്ടി നോക്കണം. അതില് ഒന്ന് ഏത്? ഉൽപ്പത്തി എന്ന് പറയുന്ന സിഫർ തെക്വീൻ. ഉൽപ്പത്തി എന്ന് പറയുന്ന ആ സിഫർ തെക്വീൻ. പിന്നെ രണ്ടാമത്തെ പുസ്തകം, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ വിശ്വസിക്കുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഒന്നാമത്തേത് ഉൽപ്പത്തി, രണ്ടാമത്തേത് പുറപ്പാട്. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് പുറപ്പാടിലാണ്. ഈ പുറപ്പാട് എന്നുള്ളത് അതിലെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് അതിൽ പറയുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേലികളെ ആരിൽ നിന്ന്?
രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫലസ്തീനിലേക്ക് സീനാ മരുഭൂമിയിലേക്ക് എത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതായ ഭാഗമാണ് പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ഈ പുറപ്പാട് വെച്ചാൽ ഇവിടുന്ന് മിസ്റിന്ന് പുറപ്പെടും. 3 പുറപ്പെടലുണ്ടായിട്ടുണ്ടല്ലോ, 3 പുറപ്പാടുണ്ടായിട്ടുണ്ട് മൊത്തത്തില് ബനി ഇസ്രായേലികൾക്ക്. അതിൽപ്പെട്ട 3-ാമത്തതാണിത്. അതാണ് പുറപ്പാട്. പിന്നെ 3-ാമത്തത് എന്താണ്? സിഫറുൽ അഹ്ബാർ, അതായത് ലേവ്യർ എന്ന് പറയുന്നത്. ലേവ്യർ മനസ്സിലായില്ലേ? ലാവിയീൻ, മൂസാ നബിന്റെ കുടുംബത്തിനുള്ള പേരാണ് ലാവിയീൻ. പിന്നെ മറ്റൊന്ന് 4-ാമത്തത് സംഖ്യാപുസ്തകം, സിഫറുൽ അദദ്, സംഖ്യാപുസ്തകം. പിന്നെ 5-ാമത്തത് സിഫുർ തസ്നിയ. സിഫുർ തസ്നിയ എന്ന് വെച്ചാൽ എന്താ? സിഫുർ തസ്നിയ വെച്ചാൽ ആവർത്തനം. അതാ ഏതൊക്കെയാണ് അതാ. അപ്പൊ മൊത്തത്തിൽ എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മള് 39 പുസ്തകമാണ്. 39 പുസ്തകം. അതില് നമ്മൾ പറഞ്ഞ് ഒന്ന് സിഫുർ തക്വീന്, അതായത് ഉൽപ്പത്തി, സിഫറുൽ ഖലീഖ, അതന്നെ സിഫറുൽ ഖലീഖ തക്വീനൊക്കെ ഒന്ന് തന്നെ. സിഫറുൽ ഖുറൂജ്, അതായത് പുറപ്പാട് പുസ്തകം. സിഫറുൽ അഹ്ബാർ അല്ലെ സിഫറുൽ ലാവിയീൻ, ലേവിയർ എന്നുള്ളതാണ് നമ്മളെ പിന്നെ മലയാള ബൈബിളിലൊക്കെ പറയുന്നത്. ലേവിയർ ഈ പേരാ. സിഫറുൽ അദദ് സംഖ്യാപുസ്തകം, സിഫുർ തസ്നിയ ആവർത്തന പുസ്തകം. ഈ 3 കൂടിയതിനേക്കാണ് മൂസാ നബിയുടെ 5 പുസ്തകങ്ങൾ എന്ന് ഇവർ പറയുന്നത്. മജ്മൂ ഹാദിൽ അസ്ഫാറിൽ കുത്തുബ്, അതാ ഞാനിവിടെ ഉദ്ധരിക്കാം. മജ്മൂ ഹാദിൽ അസ്ഫാറിൽ കുത്തുബിൽ ഖംസത്ത് ഹുമാ യുത്ലിഖൂന അലൈഹി ഇസ്മ തൗറാത്ത്, എവിടെ അസ്ഫാരി മൂസൽ ഖംസ, അസ്ഫാരി മൂസൽ ഖംസ. ഈ 5 പുസ്തകത്തിനേക്കാണ് അവര് മൂസാ നബിയുടെ 5 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഉദ്സമാബി തൗറാത്തി. അതിനൊക്കെ എന്തെന്ന് പറയും? തൗറാത്ത് എന്നും പറയും, തോറ എന്ന് പറയും, തൗറാത്ത് എന്ന് പറയും. വയ കലിമത്തുൻ അബരിയത്തും ബിമാനൽ ഖാനൂനി വ താലീം. ഈ തൗറാത്ത് എന്നുള്ളത് ഹിബ്രു പദമാണ്. ഖാനൂന്, താലിമ്, പഠിക്കുക, നിയമം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ശരീഅത്ത്, ഖാനൂന് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പക്ഷേ ലാക്കിൻഹുമുല്ലാൻ ഇത്തിരിക്കൂന തൗറാത്ത് ഇത്തലാഖൻ മജാസിൻ അലാ മജ്മൂഇ കുത്തുബിൽ അഹദിൽ കരീം. പക്ഷെ ഇന്ന് അവർ തൗറാത്ത് എന്നുള്ളത് എല്ലാ കിതാബിലും പറയാറുണ്ട്. അതായത് മൂസാ നബിന്റെ 5 ഏടിനിക്കും പറയും, അതിനോട് ചേർക്കപ്പെട്ടതായിരിക്കുന്ന ശേഷം പറയുന്ന ആ ഏടുകൾക്കൊക്കെ മൊത്തത്തിൽ അവർ തൗറാത്ത് എന്ന് പറയും. ഏതൊക്കെയാണ് അതിനോട് ചേർക്കപ്പെട്ടത്? അപ്പോൾ ഇന്ന് ക്രിസ്ത്യാനികൾ തൗറാത്ത് എന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമിന് മൂസാ നബി സ്വലാം പറഞ്ഞു എന്നവർ വിശ്വസിക്കുന്ന ഈ 5 പുസ്തകം തന്നെ മേൽ പറഞ്ഞേ, ഉൽപ്പത്തിയും ആവർത്തനം, സംഖ്യയും പുറപ്പാടും ഒക്കെ, അത് മാത്രമല്ല തൗറാത്ത് എന്ന്. യഥാർത്ഥത്തിൽ തൗറാത്ത് അത് മാത്രമാണ് ആവേണ്ടത്. പക്ഷെ ഇന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആലങ്കാരികമായിട്ട് അതിനിക്കും പറയുന്നുണ്ട്, അതിനോട് ചേർക്കപ്പെട്ടതായിരിക്കുന്ന ബാക്കിയുള്ള നമ്മൾ ഇത്ര പറഞ്ഞത് 39 പുസ്തകമല്ല പറഞ്ഞത്. ആ 39 ഈ പിന്നെ 5 പുസ്തകം കഴിഞ്ഞാൽ ബാക്കിയുള്ള 34 പുസ്തകം കൂടി ചേർത്തതിനിക്ക് മൊത്തത്തിലാണ് ഇവരെന്തെന്ന് പറയുന്നത്? തൗറാത്തിൽ നിന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത്. അത് ചേർക്കപ്പെട്ടത് ഏതൊക്കെയാണ്? ചേർക്കപ്പെട്ടത് പിന്നെ സിഫർ യശൂ, നമ്മൾ യൂഷാ നബി എന്ന് പറയുന്നില്ലേ, സിഫർ യശൂ അല്ലെങ്കിൽ യൂഷാ ബിൻ നൂൻ ഒന്നത്, അതൊരു പിന്നെ പുസ്തകമാണ്. 7-ാമത്തത് സിഫറുൽ ഖുലാത്ത്, ന്യായാധിപന്മാർ. 8 സിഫർ റാവൂത്ത്, 9 സിഫർ മലാഖി. ഇതൊക്കെ ഇതിപ്പം ഈ പുസ്തകത്തിൽ തന്നെയാണ് മറ്റതുള്ളത്. ഇതിന്റെ ബാക്കിയുള്ളതും കൂടി പിന്നെ ബാക്കിയുള്ളതും കൂടി ഇതിപ്പോ 5, 4, 9 അല്ലെ, 9 എന്നാ പറഞ്ഞത്. പക്ഷെ 9ലും എന്തുണ്ട്? അതിനുള്ളിൽ വേറെയും ചില പിന്നെ മൊത്തത്തിൽ 39 അപ്പം എന്താ മനസ്സിലായതിപ്പോ? തൗറാത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതായി വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നതായ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ,
അതുപോലെ തന്നെ ലേവ്യര്, ആവർത്തനം, ഈ തുടങ്ങിയ 5 പുസ്തകങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ തൗറാത്ത് എന്ന് പറയേണ്ടത്. പക്ഷെ ആലങ്കാരികമായിട്ട് അതിനും ശേഷം അതിനോട് ചേർക്കപ്പെട്ടതായിരിക്കുന്ന മറ്റ് 4 പുസ്തകങ്ങൾക്കും കൂടിയാണ് ഇന്ന് എന്ത് പറയുന്നത്, തൗറാത്ത് എന്നവർ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം പിന്നെ 9 പുസ്തകം ആവുള്ളൂ എന്ന് ചോദിച്ചു. 9 പുസ്തകം മാത്രം, നമ്മൾ എത്ര എണ്ണി ഇവിടെ 39 ഉണ്ട്. വേറെയും കുറെ കൂട്ടിയിട്ടുണ്ട് അവര്. അത് കൂട്ടിയിട്ട് മൊത്തത്തിലുള്ളതിനാണ് ഇപ്പോ പറയുന്നത്. അപ്പോ ഓൾഡ് ടെസ്റ്റ്മെന്റിനെ കുറിച്ച് കൊണ്ട് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇനി അത് ഈ ഒരു ഭാഗത്തിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ തന്നെ എന്താണ് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ജൂതരും ക്രിസ്ത്യാനികളും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. നമുക്കതിലൊക്കെ നമുക്കതിലൊക്കെ കുറച്ച് മുലാഹലാത്തുകളുണ്ട്. നമ്മളതൊക്കെ വിശ്വസിക്കാൻ തയ്യാറല്ല, എല്ലാം തള്ളിക്കളയാനും തയ്യാറല്ല. പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച സത്യങ്ങളെ നമ്മൾ അതിൽ പറഞ്ഞത് അത് അംഗീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ എതിർത്തുകൊണ്ട് അതിനെ തള്ളി പറഞ്ഞ വിഷയങ്ങൾ വന്നത് നമ്മൾ അതിൽ നിന്നില്ല, ഇവരുടെ തൗറാത്ത് നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒന്നുമിണ്ടാത്ത വിഷയങ്ങൾ അതിന് സത്യാസന്ധത നോക്കിയിട്ട് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് പിന്നെ ജൂതരും ക്രിസ്ത്യാനികളും ഒക്കെ വിശ്വസിക്കുന്നതായ തൗറാത്തിന്റെ അവസ്ഥ. ഇനി അമ്മൽ അഹദുൽ ജദീദ് കണ്ടോ, ഇനി ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലദി ഹുവൽ ഖിസ്മു സാനി മിൻ ബൈബിൾ കിതാബിഹിൽ മുഖദ്ദസ്, അവിടെ വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിൽ നിന്ന് രണ്ടാമത്തെ ഓഹരിയായ പിന്നെ ബൈബിൾ. ഫയഹ്തവിൽ ആൻ അലാ 27 സിഫറൻ, അത് ഇപ്പോൾ 27 പുസ്തകങ്ങൾ അതിലുണ്ട്. ഫിമാ അലി അസ്മാവ, ശേഷം അതിന്റെ പേരുകൾ വരുന്നത് ഇഞ്ചീല് മത്ത അല്ലേ, മത്തായിയുടെ ഇഞ്ചീല്, ഇഞ്ചീല് മാർക്കോസിന്റെ ഇഞ്ചീല്, ഇഞ്ചീല് ലൂക്കാസിന്റെ ഇഞ്ചീല്, ഇഞ്ചീല് യോഹന്നയുടെ ഇഞ്ചീല്. മനസ്സിലായില്ലേ? വലഫുൽ ഇഞ്ചീല് മുഖ്തസും ബിഹാദിൽ അസ്ഫാരിൽ അർബ, ഇഞ്ചീലി എന്ന് പറയുന്നത് ഈ 4 പുസ്തകത്തിന് മാത്രമാണ് പറയുന്നത്. ഇഞ്ചീൽ എന്ന് പറയുന്നത് ഈ 4 പുസ്തകത്തിന് മാത്രമാണ്. ഫയഖാൽ അനാജിൽ അർബ, 4 ഇഞ്ചിലുകൾ എന്ന് അതിന് പറയും. ലഫ്ളും മുഅറബുൻ, അറബിയാക്കപ്പെട്ടതായിരിക്കുന്ന പദമാണിത്. അസ്ലുഹുൽ യുനാനി ഇംഗ്ലിയോസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ നാമം. അഫിൽ കിബ്തി, കാപ്റ്റിക് ഭാഷയിൽ ഇംഗ്ലിയോൻ എന്ന് പറയാ. നമ്മൾ ഇഞ്ചീലി എന്ന് അറബിയാക്കിയിട്ട് പറയുന്നു. അറബി ക്രിസ്ത്യാനികളും ഇഞ്ചീലി എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അറബി ക്രിസ്ത്യാനികളും ഇഞ്ചീലി എന്നാ പറയുന്നത്. കാപ്റ്റിക് ഭാഷയിൽ ഇംഗ്ലിയോ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഇംഗ്ലിയോസ് എന്നും പറയും. നേരത്തെ തൗറാത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ക്രിസ്ത്യാനികൾ ഈ ഇഞ്ചീലി എന്ന് പറയുന്നത് ഏതിന് മാത്രമല്ല, ഈ 4 പുസ്തകത്തിന് മാത്രമല്ല. മത്തായിയുടെയും മാർക്കോസിന്റെയും യോഹന്നാന്റെയും അതുപോലെ തന്നെ പിന്നെ ആരുടേത് മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. അപ്പൊ ഇവരുടെ ഈ 4 ഇഞ്ചീലിന് മാത്രമല്ല, അലാ മജ്മൂഇ കുതുബിൽ അഹദിൽ ജദീദ്, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ മറ്റുള്ള കിതാബുകൾക്ക്, അതായത് അലനാജിൽ അർബഅത്തി മുൽഹഖാത്തിഹിൽ ആതി ദിക്റുഹ, അതിന്റെ അതിനോട് ചേർക്കപ്പെട്ടതായിരിക്കുന്ന അനുബന്ധ പുസ്തകങ്ങൾക്കും കൂടിയാണ് അവരെന്തെന്ന് പറയുന്നത് ഇന്ന് ഇഞ്ചീൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക എന്തൊക്കെയാണ് അതിൽ ചേർക്കപ്പെട്ട പുസ്തകങ്ങൾ. മൊത്തം എത്ര ഇതിന് പറയും അവര്? 27 അല്ലേ? അപ്പൊ ചേർക്കപ്പെട്ട പുസ്തകങ്ങൾ സിഫർ ആമാലി റസുൽ എന്ന് പറയുന്ന, അതെ, സിഫർ ആമാലി റസുൽ. അതുപോലെ പിന്നെ എന്താണ് എപ്രോക്കിഫ എന്നാണ് പറയും ഇംഗ്ലീഷിൽ ഇതിന്. അപ്പോക്രിഫ. പിന്നെ റിസാലത്ത് പൗലോസ് ഇലാ അഹ്ലി റോമിയ, റോമർക്ക് പിന്നെ എഴുതിയതായിരിക്കുന്ന പൗലോസിന്റെ കത്തുകള്. റിസാലത്ത് പൗലോസ് ലൂല ഇലാ അഹ്ലി കോറൻഫോസ്, കൊരിന്തിയർ എന്നൊക്കെ പറഞ്ഞത്. കൊരിന്തിയർ എന്നാണ് ഇവര് മലയാളത്ത് പറയല്. കൊരിന്തിയർക്ക് എഴുതിയായിരിക്കുന്ന പൗലോസിന്റെ ലെറ്ററുകള്. പിന്നെ റൊഇയ യോഹന്ന ലാഹൂത്തി അൽ മുഷാഹദാത്ത്, പിന്നെ യോഹന്നയുടെ സ്വപ്നങ്ങള്, അതൊക്കെ. അപ്പൊ തന്നെ ഇങ്ങനെ 5, 6, 7, 8
ഇതൊക്കെ നമ്മുടെ പിന്നെ റഹ്മത്തുള്ള കീറാ നബി എന്ന് പറയുന്ന ഇൽഹാറുൽ ഹഖ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഇന്ത്യൻ പണ്ഡിതനുണ്ടായിരുന്നു. യൂത ക്രിസ്ത്യാനികളോടൊക്കെ സംവാദങ്ങൾ നടത്തി പരാജയപ്പെടുത്തിയ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു, മഹാനായ ഒരു പണ്ഡിതൻ. റഹ്മത്തുള്ള കീറാ നബി എന്ന് പറയുന്ന ഇന്ത്യൻ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബ് എന്നാ പറയുന്നത്. അബിഹാദ യക്കൂന് മജ്മു അസ്ഫാരി ബൈബിൾ അൽ കിതാബുൽ മുഖദ്ദസ് എന്നൻ നസാറ കമായത്തി. അപ്പൊ എന്തായി? അവിടെ ബൈബിൾ എന്ന് പറയുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന് മൊത്തം എത്രയായി? മൊത്തം അല ഹസ്ബി തൗറാത്തിൽ അബ്രാനിയ അബ്രാനി തൗറാത്ത് അടക്കം. അബ്രാനി തൗറാത്ത്, അബ്രാനി തൗറാത്തും ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് തൗറാത്ത് അവർക്കുണ്ട്, രണ്ട് രീതിയിലുള്ള. അപ്പൊ അബ്രാനി തൗറാത്ത് അനുസരിച്ച് കൊണ്ട് അൽ അഹദുൽ ഖദീം അനുസരിച്ച് അഹദുൽ ഖദീം 39 പറഞ്ഞല്ലോ. അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റ് 39 മൊത്തം സമം സിത്തീൻ സിഫറൻ 66 പുസ്തകമായി. ഈ 66 പുസ്തകത്തിനാണ് പിന്നെ ഈ അബ്രാനി തൗറാത്ത് അനുസരിച്ചുകൊണ്ട് ഇവർ എന്ത് പറയുന്നു? ബൈബിൾ എന്ന് മൊത്തത്തിൽ പറയുന്നത്. ഇനിയോ വാല ഹസ്ബി തൗറാത്തിൽ യുനാനിയ, രണ്ട് പതിപ്പുണ്ട്. തൗറാത്തിന്റെ 2 പതിപ്പുണ്ട്. ഒന്ന് ഗ്രീക്ക് പതിപ്പുണ്ട്, ഒന്ന് ഹിബ്രു പതിപ്പുണ്ട്. എന്നാൽ തൗറാത്തിന്റെ ഗ്രീക്ക് പതിപ്പ് അനുസരിച്ചുകൊണ്ട് അൽ അഹദുൽ ഖദീം അൽ അഹദുൽ ജദീദ്. അഹദുൽ ഖദീം എത്ര? അഹദുൽ ഖദീം എത്രയുള്ളൂ? അതില് 27 പറയുന്നത് അല്ലേ? എന്താ അൽ അഹദുൽ ഖദീം 46. അൽ അഹദുൽ ഖദീം 46. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് നമ്പർ, ഇത് പേസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അഹദുൽ ഖദീം 46. ഏത്? തൗറാത്തിന്റെ ഗ്രീക്ക് കോപ്പി അനുസരിച്ചുകൊണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് 46 ഇതിൽ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ എത്ര? 39 ആയിരുന്നു അല്ലേ? നമ്മൾ തൗറാത്തിന്റെ ഹിബ്രു പതിപ്പ് അനുസരിച്ചുകൊണ്ട് പിന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ് എത്ര ഉണ്ടായോ? എത്ര കിതാബായ? 39 കിതാബ് എന്ന് പറയണമെങ്കിൽ തൗറാത്തിന്റെ ഗ്രീക്ക് പതിപ്പ് അനുസരിച്ചുകൊണ്ട് 46 ഉണ്ട്. അപ്പം പിന്നെ അഹദുൽ ജദീദ് ന്യൂ ടെസ്റ്റ്മെന്റ് എത്രയായി? 27. അപ്പൊ 27ഉം 46ഉം സമം 73 സിഫർ. അപ്പം 73. അപ്പൊ ഒരഭിപ്രായം അനുസരിച്ചുകൊണ്ട്, അതായത് തൗറാത്തിന്റെ ഹിബ്രു പിന്നെ പതിപ്പ് അനുസരിച്ചുകൊണ്ട് 66 പുസ്തകവും ബൈബിൾ എന്ന് പറഞ്ഞാൽ 66 പുസ്തകമായി. ഇനി തൗറാത്തിന്റെ ഗ്രീക്ക് കോപ്പി അനുസരിച്ച് കൊണ്ടാണെങ്കിലോ എത്ര പുസ്തകമായി? 73 പുസ്തകവുമായി. ഇതാ പറയുന്നത്. പിന്നെ ഒരു കാര്യം ഇതാണ് മനസ്സിലാക്കുമ്പോൾ എന്താ? അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? എന്താണ് പിന്നെ വേദപുസ്തകം എന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ പറയുന്നത്? ജൂതന്മാരുടെ ഭാഷയെ തൗറാത്തിനാണ് അത് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ ഭാഷയെ തൗറാത്തും ഇഞ്ചീലും അടങ്ങിയ പുസ്തകത്തിനാണ് ബൈബിൾ എന്ന് പറയുന്നത്, വേദപുസ്തകം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പിന്നെ അതും കൂടി നമ്മൾ പറയാം, എന്നിട്ട് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. അൽ അഹദുൽ ജദീദ് ലാ യുൻകറു അൻ യകൂന ഫീ അഖ്വാലി ഈസാ അലൈഹിസ്സലാം. ഈ ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ളതായ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അതില് ഈസാ നബിയുടെ വാക്കുകൾ ഉണ്ട് എന്നുള്ളത് ആരും എതിർക്കുന്നില്ല. ഈസാ നബിയുടെ വാക്കുകൾ അതിലുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഫഖദ് ജറത്ത ഹരീഫു അലൽ ഇൻജീൽ യഖീനൻ, ഇൻജീലിക്ക് ഭേദഗതികൾ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാര് തന്നെ പറഞ്ഞിട്ടുണ്ട്? കമാ അഖ്ബറ ബിദാലിക റബ്ബുനാ വതബാറക തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. വലാകിന്നഹു ലം യജ്രി അലാ കുല്ലിൽ കിതാബി, പക്ഷേ ഈ ഭേദഗതി എന്നുള്ളത് എല്ലാ കിതാബും മുഴുവൻ കിതാബിലും വന്നിട്ടില്ല. എല്ലാ കിതാബിലും എല്ലാ ഭാഗത്തും തഹരീഫ് വന്നിട്ട് നമ്മൾ പറയുന്നില്ല. വലം യുക്തബുൽ ഇൻജീലു ഫി ഹയാത്തി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇൻജീൽ എഴുതപ്പെട്ടിട്ടുമില്ല. പക്ഷേ എപ്പോഴാ എഴുതിയത്? ബൽ കുത്തിബ ബഅദഹു ബിവഖ്തിൻ തവീലിൻ വിഫ്ഖൻ ലി ഉസ്ലൂബി വ താബീരി കുല്ലി കാത്തിബിൻ മിൻഹും. അദ്ദേഹത്തിന്റെ ശേഷം ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഏത് എഴുതിയിരിക്കുന്നത്? ഇന്നത്തെ ഇൻജീൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും അവരുടെ ശൈലി അനുസരിച്ചുകൊണ്ട്, ഓരോ എഴുത്തുകാരന്റെയും ശൈലി അനുസരിച്ചുകൊണ്ട്. മാ കതബഹുൽ നിസ്യാൻ എഴുതി തന്നെ അത് മറന്നുപോയിട്ടുണ്ട്. അതുപോലെ മറന്നു ഒരു പല വിഷയങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരുന്ന പല വിഷയം മറന്നുപോയിട്ടുണ്ടാകാമോ ലഹുവായി. പിന്നെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇച്ഛക്കനുസരിച്ചു കൊണ്ടുള്ള എഴുത്തുണ്ടാകാമോ തഹരീഫ്. അവർ സ്വന്തമായിട്ട് തഹരീഫ് ചെയ്തതൊക്കെ കൂടിയിട്ട് ഇന്ന്
എഴുതപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ന് കാണുന്നത്. വലുതാലിക്ക് അതുകൊണ്ടാണ് ഉജിതത്ത് തനാഖുലാത്ത് വൽ ഇഖ്തിലാഫാത്തുൽ അദീമത്തു ബൈന തിൽക്കൽ അനാജിരി. ആ ഇഞ്ചിയിൽക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു ഇഞ്ചിയിൽ പറയുന്നത് അനുസരിച്ച് നോക്കി, നിങ്ങൾ ഇപ്പൊ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണല്ലോ ക്രിസ്ത്യാനികൾ, അല്ലേ? ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസിനെ കുറിച്ചുകൊണ്ട് ലോക്ക പറയുന്നത് വേറെ, മത്തായി പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഈസാ നബിന്റെ ജനനം എപ്പോഴാണെന്നറിയോ? ഈസാ നബിന്റെ ജനനം പിന്നെ BC 4 AD എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അല്ലേ? AD നിശ്ചയിക്കുന്നത് എന്താ? ഈസാ നബിയുടെ ജനനത്തെ കുറിച്ചാ. പക്ഷേ നമ്മളെ മത്തായിയുടെ ബൈബിളിൽ എന്താണെന്നറിയോ? BC 4 യേശുവിന്റെ ജനനം എന്നാ പറയുന്നത്. എന്നാൽ പിന്നെ ലൂക്കോസ് എന്താ പറയുന്നത്? ലൂക്ക ഇഞ്ചിയിൽ പറയുന്നത് എത്രയിലാണ്? 6 BC AD 6 AD 6. ഇപ്പൊ എത്ര വർഷത്തെ വ്യത്യാസം സുഹൃത്തുക്കളെ? എത്ര വർഷത്തെ വ്യത്യാസമാണ്? മത്തായിയുടെ ബൈബിൾ അനുസരിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം BC 4 കേട്ടോ, BC 4. എന്നാല് ലൂക്കാസിന്റെ ബൈബിൾ അനുസരിച്ച് കൊണ്ടാണെങ്കിൽ യേശുവിന്റെ ജനനം AD 6. അപ്പൊ എത്ര? 10 വർഷത്തെ വ്യത്യാസം. ഒരാൾ ജനന തീയതിയിലെ 10 വർഷത്തെ വ്യത്യാസം. എന്നിട്ട് ഈ ക്രിസ്ത്യാനികളാണ്, ഈ വഹാബി മൗലവിമാരെ പോലെ തന്നെ ഇവരൊക്കെ മുൻഗാമികളാണ്. ഈ മൗലവിമാരെന്താ ചെയ്യുന്നത്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം അത് പിന്നെ റബീഉൽ അവ്വൽ 12-നാണോ 6-നാണോ 7-നാണോ 8-നാണോ എന്നുള്ള ഇഷ്കാലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കാണ് മീലാദ് ആഘോഷിക്കാൻ നിങ്ങൾക്ക് എന്താ തെളിവ്? ദിവസം ഉറപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഇഷ്കാലാക്കുന്നത്. ഇവർക്കുള്ള മുൻഗാമി ആരാന്ന് വെച്ചാൽ ഈ പിന്നെ ക്രിസ്ത്യാനികളാ, അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റുകളാണ്. ഇതിൽ സംശയം ഉന്നയിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ തീവ്രവാദികൾ. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിൽ ഫീലിലല്ല അള്ളാന്റെ റസൂല് ജനിച്ചത് എന്നാണ് അവർ പറയുന്നത്, അല്ലെ? നമുക്ക് മുത്തവാത്തിറായി വന്നതല്ലേ സുഹൃത്തുക്കളെ അള്ളാന്റെ റസൂൽ എന്നാ ജനിച്ചത് എന്നുള്ളത്? എന്നാ ജനിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം ഏത് വർഷത്തിലാണ്? ആമൽ ഫീൽ എന്ന് പറയുന്ന ആനക്കലഹ വർഷത്തിലാണ് അള്ളാഹു റസൂല് ജന്മം കൊണ്ടത്. ആനക്കലഹം ഉണ്ടായത് പിന്നെ എന്നാണ്? അതിന്റെ ഇംഗ്ലീഷ് ഡേറ്റ് നോക്കുമ്പോൾ, വർഷം നോക്കുമ്പോൾ 570 അല്ലെ 71, കാരണം വ്യത്യാസം ഉണ്ടാവും. 570 51 അഭിപ്രായ വ്യത്യാസമുള്ളൂ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം പിന്നെ AD 570 അല്ലെ 71. ആനക്കലഹം ഉണ്ടായ വർഷത്തിൽ തന്നെയാണ് അള്ളാഹു റസൂൽ ജനിച്ചത് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ചരിത്രം എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഇവരെന്ത് പറയുന്നു? ആനക്കലഹം ഉണ്ടായത് ആ വർഷത്തിലല്ല എന്ന് ഇവര് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് പറയുന്നത്? അന്ന് ആനക്കലഹം ഉണ്ടായ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതായിരിക്കുന്ന ആ സമയത്ത് പേർഷ്യക്കാർ യമൻ പിടിച്ചടക്കിയിരുന്നു എന്ന് അവർ പറയുന്നത്. പേർഷ്യക്കാർ യമൻ പിടിച്ചടക്കിയത് 575. അബ്രഹത്ത് ആനകളുമായി വന്ന് കാബം പൊളിക്കാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ട് അവന്റെ സൈന്യങ്ങളൊക്കെ നശിച്ച് അവന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി അവൻ യമനിലേക്ക് പോകുന്നു. അവൻ അവിടെ വെച്ചുകൊണ്ടും ചത്തുപോകുന്നു. അതിനുശേഷം അബ്രഹത്തിന്റെ മകൻ വേറൊരു മകന് അധികാരമേറ്റു. യക്സൂം എന്ന് പറയുന്ന അബ്രഹത്തിന്റെ ഒരു മകൻ അധികാരമേറ്റു. പിന്നീട് യക്സൂമിന്റെ ശേഷം പിന്നീട് മസ്റൂഖ് എന്ന് പറയുന്ന അബ്രഹത്തിന്റെ വേറൊരു മകന്, ഹബ്ശി രാജാക്കന്മാരെ ഭരണമേറ്റി. ഈ മസ്റൂഖിന്റെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തില് പിന്നെ ഇറാനികള് എവിടേക്ക് കടന്നു കയറുന്നത്, അല്ലെ? ഇറാനികളിൽ പേർഷ്യക്കാര് യമനിലേക്ക് കടന്നു കയറുന്നതും ആ യമൻ ഇവര് പിടിച്ചടക്കുന്നതും. അപ്പോ യഥാർത്ഥത്തിൽ 575 ഈ പേർഷ്യക്കാരുടെ കയ്യിൽ യമൻ വരുന്നത് തന്നെ. അപ്പൊ അബ്രഹത്തിന്റെ സംഭവങ്ങൾ അതിന്റെ മുമ്പാണ് 70-71. ആമുൽ ഫീലിൽ അല്ലാന്ന് ഇവർ പറയാനുള്ള തെളിവതാണ്. എന്താ അറിയോ? പേർഷ്യക്കാരുടെ കയ്യിലായിരുന്നു അന്ന് യമന്. ചരിത്രം പറയുന്നത് അന്നല്ല. ചരിത്രം പറയുന്നത് യമന് അന്ന് അബ്രഹത്തിന് കയ്യിൽ തന്നെയായിരുന്നു. അബ്രഹത്ത് കാബ് വലിക്കാൻ വേണ്ടി വന്നു. ആ സംഭവത്തിന്റെ അതേ വർഷത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് എന്ന്, അതേ വർഷത്തിൽ ജനിച്ച മറ്റൊരാളുടെ സാക്ഷിയും മറ്റുള്ളതൊക്കെ തന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും അപ്പോ
പിന്നെ മൗലവിമാര് പറയുന്നത് റബീഉൽ അവ്വലിലാണോ അല്ലേ എന്നുള്ളൊരു ഖിലാഫ്. എന്നാൽ ഈ സിയോണിസ്റ്റുകളും പറയുന്നു, യോറലിസ്റ്റുകളൊക്കെ പറയുന്നത് ആമുൽ ഫീലിലല്ല എന്നുള്ള മറ്റൊരു സംശയിപ്പിക്കൽ. ഇങ്ങനെ സംശയിപ്പിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, ഏറി വന്നാൽ ചരിത്രകാരന്മാർക്കിടെ ദിവസങ്ങൾ വ്യത്യാസമുള്ളൂ. അവിടെ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ദിവസങ്ങൾ വ്യത്യാസമുള്ളൂ അല്ലേ. റബീഉൽ അവ്വൽ ആദ്യത്തിൽ അല്ലെങ്കിൽ 12 8 ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം, ദിവസങ്ങൾ വ്യത്യാസങ്ങൾ. എന്നാൽ ഈ ക്രിസ്തീയ പാതിരിമാരെ, ബിഷപ്പുമാരെ, നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന്റെ ജനന തീയതിയിൽ 10 വർഷത്തെ മാറ്റാൻ നിങ്ങളെ ഇഞ്ചീലുകൾ തമ്മിലുള്ളത്. പിന്നെ മത്തായിയുടെ ഇഞ്ചീൽ പ്രകാരം BC 4 എന്നാൽ ഈ ലൂക്കോസിന്റെ ബൈബിൾ പ്രകാരം AD 6. അപ്പൊ എത്ര വ്യത്യാസമായി? 10 വർഷത്തെ വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ പ്രവാചകന്റെ ജനനം ഏത് വർഷത്തിൽ നടന്നു എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ സംശയിപ്പിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല, മൗലവിമാർക്കുമില്ല. അപ്പൊ ഏതായിരുന്നാലും അപ്പൊ എന്താ, ഈ ബൈബിളിൽ തന്നെ ഈ ഈസാ നബിയുടെ ജനനത്തെ കുറിച്ചുള്ള ആയിരിക്കുന്ന വിവരണത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ, അതിന് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. യഹോവ സാക്ഷികൾ എന്ന് പറയുന്നവര് അവർ എന്താ അറിയോ, യഹോവ സാക്ഷികളുടെ അഭിപ്രായത്തിൽ 50,000-ലേറെ തെറ്റുകളുണ്ട് ബൈബിളിൽ എന്നുള്ള യഹോവ സാക്ഷികൾ പറയുന്നത്. 50,000-ലേറെ തെറ്റുകൾ ബൈബിളിലുണ്ട്. അതെങ്ങനെ പിന്നെ അള്ളാഹുവിൻ്റെതാകുക? ഏലാട്ടെ, അതാ വലുതാലിക്ക് വിജുദത്ത് തനാഖുദാത്തു വൽ ഇഖ്തിലാഫാത്തുൽ അളീമത്തു ബൈന തിൽക്കൽ അനാജീലി. അത് വ്യത്യസ്തമായിരിക്കുന്ന എഴുത്തുകാരുടെ അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ആശയങ്ങൾക്കും അവരുടെ ശൈലികൾക്കുള്ള മാറ്റങ്ങൾ ഈ 4 ഇഞ്ചിലുകൾ തമ്മിലുണ്ട് തന്നെ. വഖദ് വുജിദ ഫിൽ അനാജീൽ ഇഞ്ചീലി ഇബാറാത്തു തുൻസബു ഈസാ അലൈഹിസ്സലാം തുബശ്ശിറു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ചില വചനങ്ങളും ഇഞ്ചിലിൽ കാണാം. അതുപോലെ റഫീഹ വസായ തൗഹീദ നൂറുൽ വഹി, അതിൽ ചില വസിയത്തുകൾ കാണാം. ബൈബിളിലെ ചില വസിയത്തുകൾ കാണാം. അത് ആ വസിയത്തിൽ എന്തുണ്ട്, വഹീന്റെ പ്രകാശം നമുക്ക് ഇങ്ങനെ വെളിവാകും. പക്ഷേ നമുക്ക് 100% ലാകിന്നന ലാ നസ്തതിഉ അൽ ജസ്മ അന്ന ശൈഅൻ മിൻ ദാലിക ഹുവ മിൻ അഖ്വാലി അലൈഹിസ്സലാം. പക്ഷെ ആ വഹീന്റെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, വസിയത്തുകളൊക്കെ, അത് ഈസാ നബിയുടെ വാക്ക് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. നമുക്ക് നമ്മുടെ പരിശുദ്ധ ഖുർആൻ ഉറപ്പിക്കുന്നത് പോലെ അത്ര ഉറപ്പ് നമുക്ക് ഏതുകൊണ്ട് കിട്ടുന്നില്ല? ഇവരുടെ ബൈബിളുകൾ കൊണ്ട് ഈസാ നബിയുടെ വാക്കാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. ദൃഢമായ ഒരു വഴിയിലൂടെ അതിന്റെ സ്ഥിരത നമുക്ക് സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെ അതൊക്കെ 100% ഈസാ നബിൻ്റെതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതാ ജർമ്മനിയിലെ ഒരു വലിയ അവരുടെ പൗൾ ഷഫാർത്തസേന എന്ന് പറയുന്ന പൗൾ, അയാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൽ അയാൾ വ്യക്തമായി പറഞ്ഞ എന്താ അറിയോ, പിന്നെ ജർമ്മനിയിലെ ഒരു ക്രിസ്ത്യാനാണ് അദ്ദേഹം. അന്നൽ ഖുർആന ഹുവ സൂറത്തുൽ അസ്ലിയത്തുൽ ഊല. എന്തോ ഇത് പൗൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയെ പറയുന്നത്. പിന്നെ അന്നൽ ഖുർആൻ ഹുവ സൂറത്തുൽ അസ്ലിയത്തുൽ ഊല ലി തഅലീമിൽ കിതാബുൽ മുഖദ്ദസ്. പരിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അതിലെ അധ്യാപനങ്ങൾക്കുള്ള യഥാർത്ഥ അസ്ലി രൂപം ഏതാണ്? ഖുർആനാണെന്ന് പറയുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന വേദഗ്രന്ഥത്തിന്റെ അസ്ലി പകർപ്പാണ് ഇന്ന് ഖുർആൻ നമ്മളെ അറിയിക്കുന്നത് എന്ന് ആരാ പറയുന്നത്? ക്രിസ്ത്യാനികളെ പറയുന്നത്. وإنها لحقيقة ويقول إنها لحقيقة أن أقوال عيسى وأقوال المسيح الأوائل لم تصل بشكل صحيح إلى العهد الجديد المعاصر. കണ്ടോ, ആദ്യകാല ക്രിസ്ത്യാനികളുടെയും അതുപോലെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വാക്കുകളൊന്നും ശരിയായ പരമ്പരയിലൂടെ ശരിയായ രൂപത്തിൽ ഈ അഹദ് ജദീദിലേക്ക്, അതായത് പിന്നെ ന്യൂ ടെസ്റ്റമെന്റ് എഴുതിയതായിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ശരിയായ രീതിയിൽ എത്തിയിട്ടില്ല. നമ്മുടെ സ്ഥിതി അതല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ നമുക്ക് എഴുത്തു മുഖേനയും വാചികമായിട്ടൊക്കെ മുത്തവാത്തിറാണ്. ഹദീസും തന്നെ കുറ്റമറ്റതായിരിക്കുന്ന പരമ്പരയുടെ ഒരു പരമ്പരയുടെ ശൃംഖല തന്നെ നമുക്കുണ്ട്.
റാവികളുടെ ജീവിതം ശരിക്കും പഠിച്ചുകൊണ്ട് അവർ വ്യാജന ഏത് ഒറിജിനൽ ഏത് എന്ന് വേർതിരിക്കുന്ന ഒരു ഗ്രന്ഥശേഖരം, ഒരു വിജ്ഞാന ശാഖ തന്നെ മുസ്ലിമീങ്ങൾക്കുണ്ട്. ക്രിസ്ത്യാനികൾക്ക് എവിടെ എങ്ങനെ? ജൂതന്മാർക്കുണ്ട് അങ്ങനെ ഒരു ഹദീസ് റാവികളെ കുറിച്ചിട്ടുള്ള ഒരു ഇല്ല, അവർക്കില്ല. നമ്മുടെ ഖുർആനും ഹദീസും കുറ്റമറ്റതായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും ഒന്നാം സ്ഥാനത്ത് ഖുർആൻ തന്നെ, രണ്ടാം സ്ഥാനത്ത് ഹദീസാണ്. എന്നാൽ ഇങ്ങനെ കുറ്റമറ്റതായ രീതിയിൽ അവരുടെ വാക്കുകളൊന്നും ഇത് എഴുതുന്ന കാലത്തേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള യാതൊരു തെളിവുമില്ല. അവര് തന്നെ പറയുന്നത്. അപ്പൊ അതിലൊരുപാട് എന്തുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ബൈബിളിനെ കുറിച്ചുകൊണ്ട്, അതായത് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിനെ കുറിച്ച് ഇന്ന് ക്രിസ്ത്യാനികളൊക്കെ ജൂതന്മാർക്ക് വിശ്വസിക്കുന്ന ആ ക്രിസ്ത്യാനികളെ കുറിച്ചുകൊണ്ട്, ആ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള കിതാബുൽ മുഖദ്ദസിനെ കുറിച്ചുകൊണ്ട് അവർക്ക് ചോദ്യം ഒരു വത്തിക്കാനിലെ ഒരു പോപ്പിനോട്, വഖദ് ജാഫി കിതാബി മുഖ്തസർ താലീമിൽ ബസീൽ കനീസത്തി കാത്തോലിക്ക, കത്തോലിക്ക ചർച്ചിന്റെ പിന്നെ ക്രിസ്തുമത ദർശനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുമത പിന്നെ പഠനത്തിന്റെ ചുരുക്കം എന്ന് പറയുന്ന ഒരു കിതാബില് അവർ തന്നെ എഴുതിയതാണ്. സഫ ഹമസ്താഷർ 15-ാമത്തെ പേജിൽ പിന്നെ അവർ പറയുന്നത് എന്താ, വാദ കിതാബുൻ ഗായത്തുൻ ബിൽ അഹമിയത്തി ഇൻദൻ നസാറൽ കാത്തോലിക്. ഏത് പഴയ വേദഗ്രന്ഥം, ഇന്ന് ജൂതന്മാർ വിശ്വസിക്കുന്ന തൗറാത്ത് എന്ന് പറയണ്ടല്ലോ, ആ തൗറാത്ത് അൽ അഹദുൽ ഖദീം ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നുള്ളത് എന്താ പറയുന്നത്? പിന്നെ ചോദ്യതാണ്, സുആൽ ചോദ്യം എവിടെ? മാഹിയ അഹമിയത്തുൽ അഹദുൽ ഖദീം ബിൻ നിസ്ബത്തുൽ മസീഹീന. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം, പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഫാജാബു അവർ മറുപടി കൊടുത്ത്, അൽ മസീഹിയൂൻ യുവക്കിറൂൻ അൽ അഹദുൽ ഖദീം, ക്രിസ്ത്യാനികൾ ഓൾഡ് ടെസ്റ്റ്മെന്റിനെ, ഇന്ന് ജൂതന്മാര് ഇവിടെ വേദപുസ്തകമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റിനെ ക്രിസ്ത്യാനികൾ ആദരിക്കുന്നു. അലാനോ കലിമത്തുല്ലാഹിൽ ഹഖീഖിയ്യ, അത് അള്ളാഹുവിന്റെ യഥാർത്ഥ കലിമത്താണ് എന്നുള്ള നിലക്ക് അതിനെ ആദരിക്കുന്നു. നമുക്ക് കഴിയോ സുഹൃത്തുക്കളെ? നമുക്കൊരു കഴിയും അള്ളാഹുവിന്റെ യഥാർത്ഥ കലിമത്താണ് എന്നുണ്ടെങ്കിൽ പിന്നെ മൂസാ നബിക്ക് അലൈഹി സ്വലാമിനെ ഇറക്കി കൊടുത്തതിൽ എങ്ങനെ മൂസാ നബിന്റെ ജനന മരണമൊക്കെ ഉണ്ടാവുക? അതുണ്ടാവോ? നമ്മൾ ഏറ്റവും ഒരു സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. പുറപ്പാട് പുസ്തകം ഇപ്പം മൂസാ നബിക്ക് ഇറക്കപ്പെട്ടതാണെന്ന് അവർ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ യഥാർത്ഥ കലിമത്താണെന്ന് വിശ്വസിക്കുന്ന ഈ തൗറാത്തിൽ എങ്ങനെ മൂസാ നബിന്റെ മരണം ഉണ്ടാവുക? മൂസാ നബി മരിച്ചതിന് ശേഷം അങ്ങനെ വഹി ഇറക്കി കൊടുത്തത്. മൂസാ നബി മരണപ്പെടുന്നതും ഹാറൂൻ നബി അലൈഹി സ്വലാം മരണപ്പെട്ടത് ശേഷമാണ് മൂസാ നബിയുടെ വഫാത്തുള്ളത്. അപ്പൊ മൂസാ നബിയുടെ വഫാത്തിനുള്ള ശേഷമുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ ഈ തൗറാത്തിൽ വരിക? തൗറാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി ജീവിച്ചിരിക്കുമ്പോൾ ഇറക്കി കൊടുത്തതല്ലേ? പിന്നെ അതിലെങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ വഫാത്തും അതിന് ശേഷമുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്? അപ്പൊ അതങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. നമുക്ക് അള്ളാഹു തആല തന്ന വലിയൊരു അനുഗ്രഹമുണ്ട്, ബുദ്ധി എന്ന് പറയുന്നത്, സാമാന്യ ബുദ്ധി. ആ ബുദ്ധി അനുസരിച്ച് നമുക്കത് അള്ളാഹുവിന്റെ കലിമത്താണ് എന്നുള്ളത് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ റസൂലുള്ളാഹിന്റെ വഫാത്ത് ഉണ്ടോ? റസൂലിന്റെ വഫാത്തും റസൂലിന്റെ വഫാത്തിന് ശേഷം പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഖുർആനിൽ കാണാൻ പറ്റും സുഹൃത്തുക്കളെ? ഖുർആനിൽ ഇല്ല. നമ്മുടെ ഖുർആനിൽ നമുക്ക് അത് ഹദീസിലുള്ളത്. ഖുർആനിൽ എങ്ങനെയാണ് വരിക? അപ്പോ ഇതാണ് സ്ഥിതി. ഇതുപോലെയാണ് ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ ജൂതന്മാര് അവരുടെ പിന്നെ പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഉൽപ്പത്തി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട്. ഈ പുറപ്പാട് പുസ്തകത്തിൽ എങ്ങനെയാണ് മൂസാ നബിയുടെ പിന്നെ വഫാത്തും ശേഷമുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെ അതിൽ വരിക? അത് അള്ളാഹുവിന്റെ യഥാർത്ഥ കലിമത്താണുണ്ടെങ്കിൽ എതിരാട്ടെ അവരെ വിശ്വാസം നമുക്ക് അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കാം. അവരുടെ വിശ്വാസം അവരാണ് പറയേണ്ടത്, അവരുടെ വിശ്വാസം നമ്മളൊക്കെ പറയേണ്ടത്. അപ്പൊ അവർ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നു. അൽ അഹദുൽ ഖദീം അലാനോ കലിമത്തുല്ലാഹിൽ ഹഖീഖിയ്യ, അത് അള്ളാഹുവിന്റെ യഥാർത്ഥ കലിമത്താണ് നിങ്ങൾ വിശ്വസിക്കുന്നു. വജമീഉ അസ്ഫാരി മുഹം ബിഹാ, അതിലെല്ലാ പുസ്തകങ്ങളും വഹി ഇറക്കപ്പെട്ടതാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. വഹിയ തഹ്തഫിളു ബിഖീമത്തിൻ ലാ തസൂൽ, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്ത പിന്നെ ഒരു അമൂല്യത അത് സൂക്ഷിക്കുന്നുണ്ട്. വഹിയ തഷ്ഹദു ലിന്നഹജില്ലദീ തൻഹജു മഹബ്ബത്തുല്ലാഹിൽ ഖലാസിയ, ദൈവത്തിന്റെ പിന്നെ മോക്ഷത്തിന്റെ മാർഗമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ആ മാർഗത്തിന് അത് സാക്ഷിയാണ്. വഖദ് കുത്തിബത്ത് ഖുസൂസൻ ലിഇദാദി മജീൽ മസീഹി മുഖ്ലിസു ദുനിയ,
ലോകരക്ഷകനായിരിക്കുന്ന ക്രിസ്തു വരുന്നതിന് ഒരുക്കമായിട്ടാണ് അതിനെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് മൈക്കൊന്ന് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ഒരു ഫോൺ വന്നതാണ്, അല്പം തിരക്കിലാണ്. ആ ഫോണ് വെച്ചതിന് ശേഷം ഉസ്താദ് വളരെ ഫലപ്രദമായ ഒരു ക്ലാസ്സാണ് ബഹുമാനപ്പെട്ട ചെറൂപ്പ് ഉസ്താദിന്റെ ക്ലാസ്. അല്ലാഹു തആല നമുക്കത് ഒരുപാട് കാലം തുടർത്തി തെരുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രം ഒരുവിധ ആളുകൾക്കൊന്നും അറിയില്ല. ശരിയായ രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സലഫ് സ്വാലിഹീങ്ങളുടെ ജീവിതവും അവരുടെ ഇഅ്തിഖാദും അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളൊന്നും വേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ പുത്തനാശയക്കാരൊക്കെ പേച്ചുപോയത്. വഹാബി പാതിരിമാർ അവർ ഉൾക്കൊണ്ട ആശയം തന്നെയാണ് ശരി എന്ന് മനസ്സിലാക്കാൻ കാരണം മുൻഗാമികളായ ആലിമീങ്ങളുടെയും അതുപോലെ സ്വാലിഹീങ്ങളുടെയും ജീവിതം പഠിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവരാരും പിഴക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ നല്ലൊരു അവസരമാണ് ചെറൂപ്പ് ഉസ്താദിലൂടെ ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഉസ്താദ് ഫ്രീ ആയാല് റൈസ് ഹാൻഡ് ചെയ്യാട്ടോ. ഉസ്താദിന്റെ ക്ലാസ്സിന്റെ സമയമായതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ മൈക്കിൽ തുടരുന്നത് ശരിയല്ലല്ലോ. എന്റെ സൗണ്ട് കട്ടില്ലാതെ കേൾക്കുന്നുണ്ടോ? ഇന്നലെ എന്തായാലും മിനിഞ്ഞാന്ന് രാത്രി മൈക്ക് എടുത്തപ്പോ ഫുള്ള് കട്ടായിരുന്നു. മൈക്ക് പോയതും ഞാൻ അറിഞ്ഞില്ല, മൈക്ക് കിട്ടിയതും അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അവസാനം ഏതായാലും കട്ടാണല്ലോ. അപ്പൊ മൈക്കൊന്ന് വിടാന്ന് കരുതി നോക്കുമ്പോ മൈക്ക് കയ്യിൽ നിന്ന് പോകുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച അവസ്ഥ ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മളെ നെറ്റിന്റെ ഉഷാറ് കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ ഏതായാലും ക്ലിയർ ആയിരിക്കുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ചെറുപ്പ് ഉസ്താദ് ഫ്രീ ആയാല് റൈസ് ഹാൻഡ് ചെയ്യണം. കുറച്ച് ദിവസങ്ങളായി കുടുംബത്തിൽ പലർക്കും പല രൂപത്തിലുള്ള അസുഖങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാനും രോഗങ്ങൾ ശിഫയാവാനൊക്കെ എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു തആല എല്ലാവർക്കും കാമിലായ ശിഫ നൽകുമാറാവട്ടെ. ഇതിനിടക്ക് നമ്മളെ കാസർഗോഡുള്ള വലിയൊരു ആലിം എൻ.എം. ഉസ്താദ് വഫാത്തായത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അല്ലാഹു തആല ആ മഹാനുഭാവന്റെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, പണ്ഡിതന്മാരുടെ വിയോഗം അത് ലോകത്തിന്റെ തന്നെ വിയോഗമാണ്. മഹാന്മാര് പഠിപ്പിച്ചതാണ്. ആ രൂപത്തിൽ നമ്മുടെ ആലിമീങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പോകുമ്പോ നമുക്ക് തീരാ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ, എല്ലാ ആലിമീങ്ങളും വാർദ്ധക്യാവസ്ഥയിലാണുള്ളത്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, ആ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. എൻ.എം. അബ്ദുറഹ്മാൻ ഉസ്താദ് ചെമ്പരിക്ക അല്ലെ, സുക്കൂർ ഉർഫാനിയുടെ പിതാവ്, അതാണ് നമ്മുടെ കീശേരി ഉസ്താദ് അവിടെ അടിക്കുന്നുണ്ട്. ആ ഉസ്താദിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു അവരുടെ ദറജ വർദ്ധിപ്പിക്കുകയും ആ മഹാനുഭാവന്റെ നദർ നമുക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യുമാറാവട്ടെ. അതുപോലെ താജുൽ ഉലമ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഒരു വർഷം തികയാൻ ഇരിക്കുന്നു.
അവിടുത്തെ ആണ്ട് നേർച്ച അടുത്തു തന്നെ നടക്കാനിരിക്കുകയാണ്. ഇൻഷാ അള്ളാ അതിന്റെ ലൈവൊക്കെ വളരെ ഭംഗിയായി നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും. അല്ലാഹു തആല നമ്മുടെ താജുൽ ഉലമക്കും ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാ. അതുപോലെ 1-2 മാസം കഴിഞ്ഞാല് അഥവാ ഫെബ്രുവരി അവസാനത്തിലായി സമസ്തയുടെ SYSന്റെ 60ാം വാർഷിക മഹാസമ്മേളനം നമ്മുടെ നാട്ടിൽ അഥവാ മലപ്പുറം ജില്ലയിൽ നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മലപ്പുറത്തുകാരൊക്കെ വളരെയധികം ഉത്സാഹിക്കേണ്ട ഒരു സമയം കൂടിയാണത്. കാരണം 60 തികയാതെ 60ാം വാർഷികം ഒരു കൂട്ടർ കൊണ്ടാടി. ഇത് വളരെ ആവേശത്തോടെ 60 തികഞ്ഞിട്ട് ആധികാരികമായി ആ SYSന്റെ കരുത്തുറ്റ നേതാക്കൾ തന്നെ ഇക്കാലം എത്രയും SYSനെ കൊണ്ടു നടക്കുകയും അതിന് കാർമ്മികത്വം വഹിക്കുകയൊക്കെ ചെയ്ത ആലിമീങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് വളരെ ഭംഗിയായി ആ സമ്മേളനം നടക്കാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ, എല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ. എല്ലാവരുടെയും കഠിനമായ പ്രയത്നം ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാവണം. ഓൺലൈൻ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതൊക്കെ തുടർന്നും ഉണ്ടാവണം. ചെറുപ്പ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യട്ടോ. ഉസ്താദ് പോയോ? ഉസ്താദ് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ ഉസ്താദെ. ഇൻഷാ അല്ലാഹ് ചെറുപ്പ ഉസ്താദ് അല്പം തിരക്കിലായിരിക്കും. അപ്പോ മുൻകാലത്തെ വെച്ച് നോക്കുമ്പോ നമുക്ക് എത്രയോ ഭാഗ്യവാന്മാരാണ്. കാരണം സംഘടനാ രംഗത്ത് നമുക്കൊന്നും വേണ്ടത്ര പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല. ആ വിഭജന സമയത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഏറ്റവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പഴയ ആളുകള് അക്കാലത്ത് ചീത്തവിളിയും അതുപോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടലും പല രൂപത്തിലുള്ള ഭീഷണിയും നേരിടേണ്ടി വന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് SYSകാർക്ക് ആ രൂപത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല. ഒരു പൂർണ്ണ SYSകാരൻ ആയിക്കൊണ്ട് തന്നെ അവനിക്ക് ആരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഏത് മന്ത്രിമാരുടെ അടുത്തേക്ക് കയറി ചെല്ലാനും ധൈര്യസമേതം സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലൊക്കെ നമ്മുടെ ആലിമീങ്ങളുടെ കഠിന പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ചെറുപ്പസ്ഥാനത്തിയല്ലേ? ഇൻഷാ അല്ലാഹ് ഉസ്താദിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു വറഹ്മത്തുള്ളാഹി. അപ്പോ സുഹൃത്തുക്കളെ കേൾക്കുന്നില്ലേ? ക്രിസ്ത്യാനികള് എന്താണ് അവരുടെ ഈ ബൈബിളിന്റെ ആദ്യത്തെ പാർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വിശ്വാസം, ഓൾഡ് ടെസ്റ്റമെന്റിനെ കുറിച്ച് കൊണ്ടുള്ള ഒരു വിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വോളിയം കുറവുണ്ടോ? A to Z മദീന വോളിയം കുറവുണ്ടോ? ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഓക്കെ. പിന്നെ അവിടെ മറ്റൊരു ചോദ്യം കൂടി, അതായത് കത്തോലിക്ക ചർച്ചിലുകാരോടുള്ള മറ്റൊരു ചോദ്യമാണ്. അതുകൂടി നോക്കാം നമുക്ക്, അവിടെ വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ. ചോദ്യം: മാഹുവ നൗഉൽ വഹദത്തി ബൈനൽ അഹദൈനിൽ ഖദീമി വൽ ജദീദ്. ഓൾഡ് ന്യൂ ടെസ്റ്റ്മെന്റുകൾക്കെതിരായിരിക്കുന്ന അത് ഏകോപിക്കുന്ന പോയിന്റ് ഏതാണ്? രണ്ടും കൂടി എവിടെയാണ് അത് തമ്മിൽ യോജിക്കുന്നത്? അത് തമ്മിൽ ഐക്യത്തിന്റെ അതിന്റെ പോയിന്റ് എവിടെയാണ്? അജാബു അൽ കിതാബുൽ മുഖദ്ദസ് വാഹിദുൻ. മറുപടിയാണ്,
കിതാബുൽ മുഖദ്ദസ് ഒക്കെ ഒന്ന് തന്നെ. ഇത് ഇന്ന കലിമത്തുല്ലാഹി വാഹിദത്തുൻ, അള്ളാഹുവിന്റെ കലിമത്ത്, അള്ളാഹുവിന്റെ വചനം ഒന്നാണ്. ഖസ്ദുല്ലാഹിൽ ഖലാസിവാദ്, അള്ളാഹുവിന്റെ മോക്ഷത്തിന്റെ ഉദ്ദേശവും ഒന്നാണ്. വഹീലാഹി വാഹിദ് ആദൽ ഹദിവദാക്ക, ദൈവത്തിന്റെ അന്നും ഇന്നും വെള്ളാരിക്കുന്ന വഹിയും ഒന്ന് തന്നെയാണ്. അൽ അഹദുൽ ഖദീം യുഹയ്യുൽ ജദീദ വൽ അഹദുൽ ജദീദ് യുതമ്മിമുൽ ഖദീമ. ഓൾഡ് ടെസ്റ്റ്മെന്റ് പുതിയ ടെസ്റ്റ്മെന്റിനെ വഴിയൊരുക്കുന്നു, പുതിയ ടെസ്റ്റ്മെന്റ് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പൂർത്തീകരണവുമാകുന്നു. വഫിൽ വാഹിദി മിൻഹുമ ഇലാഹുൽ ആഖിരി, ഒന്ന് മറ്റൊന്നിന്റെ വിശദീകരണമാണ്. അപ്പം ക്രിസ്ത്യാനികൾ ഇന്ന് വിശ്വസിക്കുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് എന്നുള്ളത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ അതിന്റെ വിഷയങ്ങൾ വ്യക്തമാക്കുവാനും പൂർത്തീകരണവുമാകുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? തൗറാത്തും ഇഞ്ചീലും അംഗീകരിക്കണം, ഓരോ മുസ്ലിമാനും അംഗീകരിക്കണം തൗറാത്തും ഇഞ്ചീലും. അത് അംഗീകരിക്കാത്തവൻ മുസ്ലിമല്ല. മൂസാ നബിയിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിമല്ല. ഈസാ നബിയിൽ നബിയാണെന്ന് വിശ്വസിക്കാത്തവൻ മുസ്ലിമല്ല. മനസ്സിലായില്ലേ? അവർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥവും മുസ്ലിമുകൾ വിശ്വസിക്കൽ നിർബന്ധമെങ്കിലേ മുസ്ലിമാവുള്ളൂ. അതവസരത്തില് പരിശുദ്ധ ഖുർആൻ എന്താണ്? മുഹൈമിനൻ. പരിശുദ്ധ ഖുർആൻ എല്ലാറ്റിന്റെയും മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ്. നേരത്തെ നമ്മളൊരു ക്രിസ്ത്യനായ പൗൽ പറയുന്നത് കേട്ട്, പരിശുദ്ധ പറഞ്ഞ സത്യങ്ങളാണ് തൗറാത്തിന്റെ ഇഞ്ചീലിന്റെ ഒക്കെ ആദ്യകാലത്തുള്ള നിർദ്ദേശങ്ങളുടെ അസിൽ കോപ്പി എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയുണ്ടായി. പലരും അങ്ങനെ ആ വിഷയങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതാണ് അവരുടെ വേദഗ്രന്ഥത്തെ കുറിച്ചിട്ടുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ. പിന്നെ ഇത്രയും വിഷയങ്ങൾ മതിയല്ലോ അല്ലെ? മൊത്തത്തില് നമ്മൾ മനസ്സിലാക്കി എന്താണ് തൗറാത്ത്, എന്താണ് ഇഞ്ചീല് എന്നുള്ളതൊക്കെ ശരി രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയും വിവരങ്ങൾ മതിയാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് തൗറാത്ത്, മൂസാ നബി അലൈഹി സ്വലാമിന് ഇറക്കിക്കൊടുത്തായിരിക്കുന്ന തൗറാത്ത്, ആ തൗറാത്തിനെ കുറിച്ച് നമുക്ക് എന്താ അതൊന്ന് മനസ്സിലാക്കാം. തൗറാത്തിലെ ആദ്യത്തെ പുസ്തകമാണ് നമ്മൾ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം അല്ലേ? മറ്റൊന്നാണ് പുറപ്പാട് പുസ്തകം. ഈ പുറപ്പാട് പുസ്തകത്തിലാണ് പിന്നെ ഏത് പരാമർശിക്കുന്നത്? 10 കൽപ്പനകളെ കുറിച്ച്. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല ഇറക്കിക്കൊടുത്ത, തൂരിസീന പർവ്വതത്തിലേക്ക് ഇറക്കിക്കൊടുത്ത 2 പലകകളിലായിട്ട് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന 2 പലകകളിലായിട്ട്. നമ്മൾ പറഞ്ഞ കതബനാ ലഹു ഫിൽ അൽവാഹി, ഖുർആനിൽ പറയുന്നത് ലൗഹുകൾ എന്നാണ്. അപ്പൊ ചില ലൗഹുകൾ എന്ന് പറയുമ്പോൾ ബഹുവചനല്ലേ? ഫലകങ്ങളിൽ എന്നാ പറയുന്നത്. നിങ്ങൾ മരപ്പലക എന്ന് മനസ്സിലാക്കണ്ട. അൽവാഹ് എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ മരപ്പലകക്കാണ് അൽവാഹ് എന്ന് പറയാം. കല്ലുകൊണ്ട് കല്ലുമേൽ പതിച്ചതായിരിക്കുന്നത്, അതായത് ശിലാഫലകമായിരുന്നു. ശിലാഫലകത്തിൽ. അപ്പൊ ചില ക്രിസ്ത്യാനികൾ പറയുന്നത് ഖുർആനിൽ നിങ്ങൾ ഫലകങ്ങൾ എന്നാണല്ലോ പറയുന്നത്. തൗറാത്തിലുള്ളത് അല്ല, തൗറാത്തിലുള്ളത് എന്താണ്? 2 ഫലകം എന്നാണ്. അപ്പൊ അങ്ങനെ ഇഷ്കാലാക്കാന്ന അക്കലുൽ ജംഇ ഇസ്നാനി എന്നാണല്ലോ അല്ലെ ഉസ്താദുമാരെ? അക്കലുൽ ജംഇ ഇസ്നാനി എന്നാണ്. ബഹുവചനത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് 2 എണ്ണ. ബഹുവചനത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് 2 എണ്ണാണ്. മാത്രമല്ല അൽവാഹ് എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇഷ്കാലാക്കിയ ആളുകളുണ്ട്, സംശയത്തില് ആക്കിയ ആളുകളുണ്ട്. എന്താ ഒരു സംശയം എന്തെന്നറിയോ? അൽവാഹ് എന്നാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. എന്നാൽ ഈ മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഇറക്കി കൊടുത്ത് 2 ലൗഹാണല്ലോ. 2 ലൗഹയുള്ളല്ലോ, പിന്നെ ഇങ്ങനെ അൽവാഹ് എന്ന് പറയാ? അതിന് മറുപടിയാ പറഞ്ഞു നമ്മള്. ആ ചോദ്യം നമ്മൾ ആദ്യം നമ്മള് ഒരു ശുബ്ഹ ആ ശുബ്ഹ ഒന്ന് ആദ്യം മനസ്സിലാക്കുക. തൗറാത്തിനെ പറ്റിയുള്ള ആദ്യമുള്ള സംശയം മറുപടി കഴിഞ്ഞിട്ട് നമുക്ക് തൗറാത്തിലേക്ക് കടക്കാം. മദ്മൂൻ ശുബൈസുമു ബഅദുൽ മുതവഹിമീന, ചില ഈ വഹമുള്ള ആളുകൾ വാദിക്കുന്നുണ്ട് അന്നൽ ഖുർആന ഖാലഫ തൗറാത്ത, ഖുർആൻ തൗറാത്തിനെതിരാണ്. ഫി അൽവാഹി മൂസാ നബിന്റെ അൽവാഹ് എന്ന് പറഞ്ഞതിൽ യഖൂലൂന, അവർ പറയുന്നത്, ക്രിസ്ത്യാനികളാ പറയുന്നത്, ഇന്ന മൂസ അലൈഹി സ്വലാം കതബ ശരീഅത അല ലൗഹൈൻ ലാ അല അൽവാഹ്,
മൂസാ നബി അലൈഹി സ്വലാം ശരീഅത്ത് നിയമങ്ങൾ ഏത് രണ്ട് പലകന്മേലാണ്, ശിലാഫലകത്തിന്മേലാണ്. ലാ അൽവാഹിൻ പിന്നെ അതിൽ കൂടുതലുള്ള പലകകൾ എന്നല്ല, ബഹുവചനമല്ല, ദ്വിവചനമാണ്. വാലൽ ലൗഹൈനി കതബൽ വസാൽ അശർ, ഈ രണ്ട് ഫലകത്തിന്മേലാണ് 10 വസീയത്തുകൾ. ആ 10 വസീയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കണം. എന്തൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിന് തൂരി സീനാ പർവ്വതത്തിലേക്ക് പിന്നെ അവിടത്തേക്ക് പിന്നെ ക്ഷണിച്ചു വരുത്തിയിട്ട് അള്ളാഹു അവിടെ നിന്ന് നൽകിയ 10 വസീയത്തുകൾ ഏതൊക്കെയാണ് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോ വാലൽ ലൗഹൈനി കതബൽ വസാൽ അശറ ഫഖത്ത് വലൈസ തഫ്സീന കുല്ലി ഷൈഇൻ. ഖുർആൻ പറയുന്നത് എന്താണ്? അതിൽ എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമുണ്ട് എന്നാണ്. മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത തൗറാത്തിൽ ഫിഹി തഫ്സീറിൽ കുല്ലി ഷൈഇൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തഫ്സീലിൽ കുല്ലി ഷൈഇൻ 10 എണ്ണല്ലേ, 10 വസിയത്ത് അതിലുള്ളൂ, എല്ലാ വസ്തുവും തഫ്സീലില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വഹാദായതനാഖലുമാ ഖൗലി സുബ്ഹാനഹു വ തആല വകതബനാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ മൗഇദതൻ വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ ഫഖുദ്ഹാ ബിഖുവ്വത്തിൻ വഅമുർ ഖൗമക യഖുദു ബിഅഹ്സനിഹാ സൗരീകും ദാറൽ ഫാസിഖീൻ. ഖുർആൻ അൽ-അറാഫ് 145 ആയത്ത്. ഇതിലെന്താ പറയുന്നത്? അള്ളാഹു പറയുന്നു വകതബനാ ലഹു ഫിൽ അൽവാഹി, നാം എഴുതി കൊടുത്ത്. അള്ള എഴുതി കൊടുത്തിച്ചാൽ ഇങ്ങനെ മറ്റേ ഈ കാദിയാനികൾ വിശ്വസിക്കുന്ന മാതിരി അള്ളാഹു താല പെണ്ണ് പിടിച്ചിങ്ങനെ എഴുതി, പെണ്ണിങ്ങോട്ട് മഷി കുറഞ്ഞപ്പോ അതിലൊരു മഷി കാദിയാനിന്റെ കുപ്പായത്തിലായി. മിർസ ഗുലാം മുഹമ്മദിന്റെ കുപ്പായത്തിൽ ഒരു ചുവന്ന മഷി ഉറ്റു വീണ് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ എഴുതല്ലട്ടാ. അതൊക്കെ എന്ന് വെച്ചാൽ അഖീദ പഠിക്കാത്ത കൊണ്ടുള്ളായിരിക്കുന്ന പിന്നെ വിശ്വാസപ്പേവുകളാണ്. അള്ളാഹു താല നാം എഴുതി നിർത്താൻ എന്നിട്ട് അപ്പൊ നമുക്കറിയാം അള്ളാഹു താല ഏതാനും ഓർഡർ കൊടുക്കുകയാണ്. ഫിൽ അൽവാഹി, ഫലകങ്ങളിൽ എന്നാണ് കേട്ടോ ഖുർആനിൽ പറയുന്നത്. ഫിൽ അൽവാഹി എന്നാണ്. മിൻ കുല്ലി ഷൈഇൻ മൗഇദതൻ, അതിൽ എല്ലാ കാര്യങ്ങളും മൗഇദതൻ വ തഫ്സീലൻ, ഉപദേശമുണ്ട്. തഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കൾക്കുമുള്ള മൊത്തത്തിലുള്ള ഒരു വിശദീകരണമുണ്ട്. ഫഖുദ്ഹാ ബിഖുവ്വത്തിൻ, അതുകൊണ്ട് ദൃഢമായതിനെ മുറുകെ പിടിക്കുക. വഅമുർ ഖൗമക, മൂസാ നബി നിങ്ങളുടെ ജനതയോട്, ബനി ഇസ്രായേൽ ജനതയോട് പറയുക, യഖുദു ബിഅഹ്സനിഹാ, അതിന്റെ എല്ലാ നല്ല വശങ്ങളൊക്കെ അവർ മനസ്സിലാക്കണം, അതവർ ജീവിതത്തിൽ പകർത്തണം. സൗരീക്കും ദാറൽ ഫാസിഖീൻ, ദുർവൃത്തരുടെ വീടുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരുന്നുണ്ട്, അവരുടെ വാസസ്ഥലം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്താ ഇവിടെ ഇപ്പൊ സംശയം എന്താന്ന് വെച്ചാല്, ഇവിടെ അൽവാഹ് എന്ന് പറഞ്ഞല്ലോ. അറബി ഭാഷയില് പിന്നെ അൽവാഹ് എന്നുള്ളതിന് രണ്ടിനേക്കാൾ അതിന് കൂടുതലുള്ള എനിക്കാണല്ലോ പറയാ അൽവാഹ് എന്നുള്ളത് എന്നാണ്. അപ്പോ പക്ഷെ നമ്മൾ പറയുന്നു അറബി ഭാഷയിൽ രണ്ട് അഭിപ്രായമുണ്ട്. അക്കല്ലുൽ ജംഇ ഇസ്നാനി എന്നുണ്ട് ഒരു അഭിപ്രായം. മനസ്സിലായില്ലേ? ജമ്മ് ഏറ്റവും ചുരുങ്ങിയ ജമ്പ് ഇസ്നാനിയാണ്. അപ്പൊ രണ്ട് പലകളെ കുറിച്ചും പറയാം. ഒരു മറുപടി അത് മനസ്സിലായില്ലേ? രണ്ട് പലകളെ കുറിച്ചും അൽവാഹ് എന്ന് പറയാം. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാല് പിന്നെ ഈ തൗറാത്ത് തന്നെ രണ്ട് പലകയില് രണ്ട് ഭാഗത്ത് എഴുതിയെന്നല്ലേ, ഓരോ ശിലാഫലകത്തിന്റെ ഇരുപുറവും എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്രമായി? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കടലാസ് കോപ്പി എടുത്തുകൊണ്ട് വന്നാൽ ഈ ആ ഒരു പേപ്പറിന് രണ്ടു വശത്തും നമ്മൾ എന്ത് കോപ്പി എടുക്കുന്നു, അങ്ങനെ രണ്ടെണ്ണം. അപ്പൊ എത്രമായി? ശരിക്കും ഭാഗം 4 ഭാഗമായില്ലേ? രണ്ട് ഫലക എന്ന് പറഞ്ഞാല് ഒരേ ഭാഗത്തല്ലേ ഇത്, ഓരോ ഫലകത്തിന്റെ ഇരുവശങ്ങളിലും എഴുതിയിട്ടുണ്ട്. അതുപോലത്തെ അപ്പൊ രണ്ട് ഫലകത്തിന്റെയും ഇരുവശങ്ങളിൽ എഴുതുമ്പോൾ എത്ര ഭാഗത്തായി എഴുത്തു വന്നത്? അത് 4 ഭാഗത്തായി വന്നത്. അപ്പൊ അന്നിൽക്കുമാണ് അൽവാഹ് എന്ന് പറയാം. അപ്പൊ ഖുർആന്റെ പ്രയോഗമാണ് ശരിയായ പ്രയോഗം. ഖുർആന്റെ പ്രയോഗമാണ് ശരിയായ പ്രയോഗം. മാത്രമല്ല പിന്നെ വേറൊരു ഒന്നിനും ഒരു മറുപടിയും കിട്ടുന്നുണ്ട്. തൗറാത്ത് നോക്കിയിട്ടാണ് ഖുർആൻ എഴുതി എന്നൊരു വാദം അവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ അബദ്ധം അബദ്ധം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന വരുമല്ലോ. തൗറാത്ത് നോക്കിയാണെങ്കിൽ ലൗഹൈനെ പറയുള്ളൂ, ഇവിടെ അൽവാഹ് എന്ന് പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിലുള്ളത് തന്നെ ഖുർആന്റെ പ്രയോഗമാണ് ശരിയായ പ്രയോഗം എന്ന് പറയാം, കൂടുതൽ കൃത്യതയുള്ളത് അൽവാഹ്. പിന്നെ മാത്രമല്ല തൗറാത്തിന്റെ പിന്നെ ഈ ഭേദഗതി വരുത്തപ്പെട്ട നമ്മുടെ മുമ്പിലുള്ളതായിരിക്കുന്ന തൗറാത്ത് തന്നെ അത് തന്നെ ഉണ്ട്. 2-ലധികം ഫലകയുടെ മേലെ എഴുതപ്പെട്ടതായിട്ട് അറിയിക്കുന്ന മറ്റു ചില നെസ്സുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? നോക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ മറുപടി തന്നെയാണ്. എന്താണ് ഈ ലൗഹ് എന്ന് പറഞ്ഞാൽ? എന്താ യഥാർത്ഥത്തിൽ ലൗഹ് എന്ന് പറഞ്ഞാലും പിന്നെ ഈ ചതുര 4 ചതുരാകൃതിയിലുള്ളതായിരിക്കുന്ന മരത്തിന്റെ കഷ്ണത്തിനേക്കാണ് ലൗഹ് എന്ന് പറയുന്നത്. പിന്നെ അത് ഈ ലൗഹ് എന്ന് പറഞ്ഞത് എന്തിനാണ്? മൂസാ നബിക്ക് കൊടുത്തത് ശിലാഫലകമല്ലേ? ഈ ശിലാഫലകത്തിന് എങ്ങനെയാണ് ലൗഹ് എന്ന് പറയാ? അത് മജാസ് നൽകാണ്. അതെന്താണ്? ആലങ്കാരികമായി പറഞ്ഞതാണ്.
തൗറാത്ത് തന്നെ പറയുന്നുണ്ട് അത് കല്ലുകൊണ്ടുള്ളതായിരുന്നു. തൗറാത്തിൽ എന്താ പറയുന്നത്? കാല റബ്ബു മൂസ. തൗറാത്തിൽ പറയുന്നുണ്ട് കാല റബ്ബുൽ മൂസ. പിന്നെ അള്ളാഹു മൂസാനബിയോട് പറഞ്ഞു ഇസ്അദ് ഇലൽ ജബൽ, തൂർ സിനാ പർവ്വതത്തിലേക്ക്, തൗറാത്തിന്റെ ഭാഗമാണ്. പർവ്വതത്തിലേക്ക് കയറുക മൂസ, വക്കുൻ ഹുനാക്കാൻ, അവിടെ ആയിരിക്കണം. ഫൗതീക ലൗഹൈൽ ഹിജാറത്തി, കല്ലിന്റെ 2 ഫലകങ്ങൾ, ശിലാഫലകങ്ങൾ നാം നിനക്ക് നൽകും. വശരീഅത വൽ വസിയത്തല്ലതി കതബതുഹാ ലിതഅലീമിഹിം, ഞാൻ ആ ബനി ഇസ്രായേലിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എഴുതിയതായിരിക്കുന്ന വസിയത്തുകൾ, നിയമങ്ങളൊക്കെ എഴുതിയതായിരിക്കുന്ന 2 ശിലാഫലകങ്ങൾ നാം നിനക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 ഫലകങ്ങളാണെന്നുള്ളത് ഇവിടെ മനസ്സിലായല്ലോ അല്ലെ? ലൗഹൈൽ ഹിജാറത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൗറാത്തിൽ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണെങ്കിലോ വകതബ്നാ ലഹു ഫിൽ അൽവാഹി എന്നുമാണ്. അപ്പൊ നമ്മൾ മറുപടി പറഞ്ഞു 4 ഭാഗങ്ങൾ ഉണ്ടെന്നും അക്കല്ലുൽ ജമ്മി ഇഫ്നാനിയാണ് എന്നുള്ള വാദപ്രകാരവും അങ്ങനെ പറയുന്നത് യാതൊരു കുഴപ്പമില്ല. പിന്നെ അത് 2 ഇരുഭാഗങ്ങളിലും എഴുതിയിട്ടുണ്ടെന്നുള്ളതിന് നമ്മൾ തെളിവ് നോക്കുക. പുറപ്പാട് പുസ്തകത്തില് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തില് 15:32 പറയുന്നുണ്ട്. എന്താ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്? ലൗഹാനി മക്തൂബാനി അലാ ജാനിബൈഹിമ, കണ്ടോ? 2 എഴുതപ്പെട്ട ഫലകങ്ങൾ അലാ ജാനിബിഹിമ, അതിന്റെ 2 ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. മിൻഹുന മിൻഹുന, ഈ ഭാഗത്തും ആ ഭാഗത്തും. കാനാ മക്തൂബനി, അപ്പൊ 2 ഫലകവും 2 ഭാഗത്തും എഴുതിയിട്ടുണ്ട് എന്ന് എഴുത്തന്നെ വന്നിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 15:32 വന്നിട്ടുണ്ട്. അപ്പൊ അൽവാഹിന് ഖുർആൻ പറഞ്ഞാൽ എങ്ങനെ എതിർക്കുക? അന്തമുള്ളവൻ എതിർക്കുവോ? ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അന്തമുള്ളവൻ എതിർക്കൂല. അന്തമുണ്ടെങ്കിൽ ഓല അങ്ങനെ അതിൽ തന്നെ ഇരിക്കും ചെയ്യില്ലല്ലോ. ഏതാണ് അപ്പൊ എന്തായി ഇവിടെ 2 ഫലകത്തിന്റെ ഇരുഭാഗങ്ങളിൽ എഴുതുകൊണ്ട് എന്തായി? 4 ഫലകത്തിന്റെ സ്ഥാനത്തായത്. പിന്നെ അള്ളാഹുലേക്ക് ചാർത്തി എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുലേക്ക് ചാർത്തി പറഞ്ഞിട്ടുണ്ട്. കതബത്തു എന്ന് പറയും. കതബ്നാ ലഹു ഫിൽ അൽവാഹി, അള്ളാഹുവിന്റെ കുദ്റത്ത് കൊണ്ടാണ് അതിന്റെ അർത്ഥം. എന്താ അർത്ഥം? അത് മനുഷ്യന്റെ പ്രവർത്തനമല്ല. അതന്നെ അവര് പറയുന്നത് അവര് കൈകൊണ്ട് എഴുതി എന്ന് പറയും. ഇവിടെ അബിനുമാൻ ഉസ്താദ് അവര് ഈ തൗറാത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ എന്താ കതബ്തു ബിയദീ എന്ന് പറഞ്ഞ കാണാം. എന്റെ യദുകൊണ്ട് ഞാൻ എഴുതി. അപ്പൊ അള്ളാഹ്ക്ക് കയ്യുണ്ടെന്ന് മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് കയ്യുണ്ടെന്ന് മനസ്സിലായില്ലേ? കയ്യെന്ന് പറഞ്ഞാൽ ഇതാണോ? കയ്യെന്നാണോ അർത്ഥം വെക്കേണ്ടത് അവിടെ? അള്ളാഹുത്തല കയ്യേണ്ട ഇത്. അള്ളാഹുത്തല കയ്യെന്ന് പറയുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ജഡവസ്തുവിനുള്ളതാണ് അവയവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യദ് എന്നുള്ളത് അള്ളാഹുവിന്റെ കുദ്റത്ത് എന്നാണ് അർത്ഥം. എന്റെ കുദ്റത്ത് കൊണ്ട് ഞാൻ എഴുതി എന്നാണ്. അതായത് അവിടെ യദ് എന്ന് പറയാൻ കാരണം മറ്റാരെങ്കിലും മനുഷ്യന്മാര് നിർമ്മിച്ചതല്ല എന്ന് അറിയിക്കാനാണ്. അത് മനുഷ്യനിർമ്മിതമല്ല, അത് ദൈവികമായ ഫലകമാണ് എന്ന് അറിയിക്കാനാണ് ആ പ്രയോഗം തന്നെ അവിടെ പറയുന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ അർത്ഥം? യദുല്ലാഹി ഫൗഖൈദിഹി എന്നുള്ളത് എങ്ങനെ അർത്ഥം വെക്കുക? അതൊരായത്താണല്ലോ ഖുർആനില് അല്ലെ? യദുല്ലാഹി ഫൗഖൈദിഹിം, അള്ളാഹുവിന്റെ യദ് അവിടെ യദിന്റെ മേലെയാണ്. എന്താ ഇങ്ങനെ പോലെ അർത്ഥം വെക്കുക? എനിക്കതാണ് തീരെ മനസ്സിലാത്തത്. യദുല്ലാഹി ഫൗഖൈദിഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ സംഭവം എന്താണെന്ന് പിന്നെ ബൈഅത്തുൽ റിദ്വാന്റെ സന്ദർഭത്തില്, ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരുമായി സംസാരിക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിയോഗിച്ചു. മക്കയിലേക്ക് അയച്ചു. ഹുദൈബിയെന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒന്ന് അനുവദിക്കണം, ഉംറ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത് തസ്രീഹ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞയച്ചതാണ്. പക്ഷെ അവര് ഉസ്മാൻ റളിയല്ലാഹുവിനെ അവിടെ പിടിച്ചു വെച്ച് അവര് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല പിടിച്ചു വെക്കുകയും ചെയ്തു. പക്ഷെ പിടിച്ചു വെച്ചു എന്നുള്ള വാർത്ത പിടിച്ചു വെച്ചെന്നല്ല കിട്ടുന്നത്, കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ മക്കക്കാർ കൊന്നുകളഞ്ഞു എന്നുള്ള ഒരു വാർത്തയാണ് കാട്ടുതീ പോലെ പരതതി. അത് സത്യവാർത്തയായിരുന്നില്ല. അപ്പൊ ഇത് കേട്ട സഹാബികൾ ഒന്നടങ്കം അവർക്ക് ഇപ്പൊ എന്തായി? അവർ ജിഹാദിന് തയ്യാറെടുത്ത്. ദൂതനെ കൊല്ലാൻ തന്നെ പാടില്ല, അതൊന്ന്. പിന്നെ അവരുടെ വാക്ക് ലംഘനവുമാണ്. അവർ നബിയും സഹാബികളെ കൂടി പരസ്പരം വാഗ്ദത്തം ചെയ്ത് എന്ത്? ഒരു പ്രതിജ്ഞ എടുത്ത് അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ മരണം വരെ ഞങ്ങൾ പോരാടുമെന്നൊരു പ്രതിജ്ഞയാണ് അവിടെ. ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് യദുള്ള. അവരെന്തെങ്കിലും പരസ്പരം കൈകൾ മേൽക്കുമേലെ വെച്ചിട്ട് പ്രതിജ്ഞ എടുത്തതാണ്. മനസ്സിലായി? നമ്മുടെ ഉസ്താദ്മാരെ കണ്ടല്ലോ, ഉസ്താദൊക്കെ ഇങ്ങനെ വലിയ സമ്മേളനത്തിനൊക്കെ പ്രതിജ്ഞ എടുപ്പിക്കും.
അതുപോലെ അവർ കൈകൾ എന്ത് ചെയ്തു, ഒരു കൈകിന്റെ മേലെ വേറെ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്ത്, ഇങ്ങനെ അവർ പ്രതിജ്ഞ എടുത്തതിനെ കുറിച്ച് യദുല്ലാഹി ഫൗക അയ്ദിഹിം എന്ന് പറഞ്ഞത്. ആടെ അങ്ങനെ അർത്ഥം വെക്കുക, അള്ളാഹുവിന്റെ കൈ അവരെ കൈയിന്റെ മേലാണെന്ന് അർത്ഥം വെക്കുക. ആടെ കൈയാണോ ഉദ്ദേശിക്കുന്നത്? വളരെ വ്യക്തമല്ലേ ആടെ യദുല്ലാഹി ഫൗക അയ്ദിഹിം അള്ളാഹിന്റെ കൈ എന്നുള്ള അവയവത്തിന്റെ അർത്ഥം അല്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. അതുപോലെ തന്നെയാണ്, അതായത് അള്ളാഹുവിന്റെ സഹായം എന്നാ, അള്ളാഹുവിന്റെ പിന്തുണ എന്നാണ് അവിടെ. നിങ്ങൾ ഇങ്ങനെ ഈ വിഷയം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ രക്തസാക്ഷിയാവാൻ നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. അത് യഖീനായ അർത്ഥമാണ്. ലഫ്ള് അതാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരു ഖത്ഇയായിരിക്കുന്ന ഒരു മാനുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ തഅയീദ്, അള്ളാഹുവിന്റെ മഊനത്ത് എന്നുള്ളത്. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. അതിന്റെ പുറമെ ഇനി അള്ളാഹ്ക്ക് കയ്യുണ്ടോ അല്ലേ, അത് ചർച്ച വേറെയാണ്. അതുണ്ടോ അല്ലേ എന്നുള്ള അള്ളാഹുലേക്ക് നമ്മൾ വിടുകയാണ്, തഫ്വീദ് ചെയ്യുന്നു. ചിലർ പറയുന്നു ആടെ ഇത് എന്നുള്ളത് ഭാഷയിൽ അള്ളാഹുവിന്റെ സിഫത്തിനോട് യോജിക്കുന്ന രീതിയിലുള്ളതായ വ്യാഖ്യാനം നൽകണമെന്ന്. ഏതായിരുന്നാലും ആവട്ടെ. അപ്പോ ഈ ജൂതന്മാരും തൗറാത്തിൽ ഇങ്ങനെ എഴുതിയത് കൊണ്ട് ജൂതന്മാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അവരെ ചുവട് പിടിച്ചുകൊണ്ട് കയ്യെന്ന് ആരും വിശ്വസിക്കുന്നു, ഈ മൗലവിമാർ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഈ രണ്ട് വിശ്വാസത്തിൽ നിന്നും എതിരാകുന്നു. അപ്പൊ അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞത് ഞാൻ എഴുതി എന്ന് പറഞ്ഞതാണ്. അത് മറ്റ് മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടല്ല, അള്ളാഹുവിന് കുദറത്ത് കൊണ്ട് എഴുതാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം എന്തുകൊണ്ട്? പിന്നെ ഈ അവരെ വേദപുസ്തകത്തിൽ തന്നെ, പുറപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നത് വല്ലൗഹാനി, ഈ രണ്ട് ഫലകങ്ങൾ എന്താ? ഹുമാ സുന്നത്തുള്ള, അള്ളാഹുവിന്റെ പ്രവർത്തനമാണത്, അള്ളാഹുവിന്റെ സുന്നത്താണ്. വൽ കിതാബത്തുള്ള, എഴുത്ത് അള്ളാഹിന്റെ എഴുത്താണ്. മങ്കൂഷത്തുന്നേരെ ലൗഹൈനി, ഈ രണ്ട് ഫലകയുടെ മേലെ അത് പതിക്കപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹു തആല ഇങ്ങനെ എഴുതി കൊടുത്തു എന്നുള്ളതല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട എന്നർത്ഥം. വിഷയങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ്. ഏതായിരുന്നാലും മുഫസ്സിറുകൾക്ക് ഈ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെങ്ങനെയുള്ളതായിരുന്നു, ഗോമേതകത്തിന് ഉള്ളതായിരുന്നു എന്നും, പിന്നെ 10 ഫലകമായിരുന്നു, ചിലർ 7 ഫലകമാണെന്ന്, 9 ഫലകമാണെന്ന്, ഗോമേതകത്തിനുള്ളതാണ് എന്ന്, പച്ച ഗോമേതകത്തിനാണെന്ന്, ചുവന്ന മുത്തിനാലുള്ളതാണ് എന്ന്, പിന്നെ അതല്ല ചില ഹഷബിന ആകാശത്ത് നൽകുന്ന ഹഷബിന, നമ്മുടെ തഫ്സീറിൽ അങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും എഴുതിയത് എങ്ങനെയാന്നുള്ളതും ചില ഇബ്നു ജുറൈജ് പറയുവാന് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എഴുതിയത്. കതബഹ ജിബ്രീൽ ബിൽ ഖലമില്ലദീ കതബ ബിൽ ദിക്റ, ലൗഹുൽ മഹ്ഫൂദ് എഴുതിയായിരിക്കുന്ന അതേ കലമ്പ് കൊണ്ട് ജിബ്രീൽ എഴുതിയതാണ്. അപ്പൊ ബി യദീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ നേരിക്കുന്ന അള്ളാഹു അവന്റെ യദ് കൊണ്ട് എഴുതി എന്നുള്ളതല്ല. അവന്റെ യദ് എന്ന് വെച്ചാൽ അങ്ങനെ യദ് ഉണ്ടെങ്കിലല്ലേ അപ്പൊ അവന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിന്നെ മഹാന്മാർ പറയുന്നു കതബഹ ജിബ്രീൽ ബിൽ ഖലമില്ലദീ കതബ ബിൽ ദിക്ർ വസ്തമദ്ദ മിൻ നഹരിൻ നൂർ. അപ്പോ ഇതിൽ എന്തുണ്ടായിരുന്നു? മഹാനായിരിക്കുന്ന ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു വകാനത്തിൽ അൽവാഹു മിൻ ജൗഹറിൻ നഫീസിൻ, അമൂല്യമായിരിക്കണം മുത്തിനാരിലായിരുന്നു ഈ ഫലകം എന്ന് പറയുന്നു. കല്ലുകൊണ്ടാണെന്നുള്ള അഭിപ്രായം ഉണ്ട്. നമ്മൾ പറഞ്ഞു തൗറാത്തിലൊക്കെ കൽഫലകം, ശിലാഫലകം എന്നാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പോട്ടെ. സഹിഹാദീസ് അന്നല്ലാഹു കതബ ലഹു തൗറാത്ത ബിയദിഹി, അല്ലാഹു തആല അവന്റെ ഖുദ്റത്ത് കൊണ്ട് തൗറാത്ത് എഴുതി കൊടുത്ത്. വഫീഹാ മവാഇലു മിനൽ ആസാമി, അതിലൊരുപാട് ഉപദേശങ്ങളുടെ, ബനി ഇസ്രായേലികൾക്ക് ഉപദേശമാണ് അതിൽ നൽകിയിരിക്കുക. തഫ്സീലുമായി ഇഹ്താജൂന ഇലൈഹി മിനൽ ഹലാലി വൽ ഹറാമി, ഇതാണ് ഹലാൽ ഹറാം എന്ന് അവർക്ക് ആവശ്യമാകുന്ന ഇതിന്റെ വിശദീകരണമുണ്ട്. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. തഫ്സീലിൽ കുല്ലി എന്ന് വെച്ചാൽ കുല്ലി കാണുന്നതൊക്കെ മുഴുവൻ ഇങ്ങനെ അർത്ഥം വെക്കും. കുല്ലു വിദ്യത്തും വലാലെന്ന് അങ്ങനെയാണ് മൗലവിമാർ വെക്കുന്നത്. എല്ലാ വിദ്യത്തും വലാലത്താണ്. അങ്ങനെ വെച്ചാൽ ഖുർആന് ദുർവ്യാഖ്യാനിക്കേണ്ടി വരും, ഹദീസ് ദുർവ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെയാണോ? യഹുദ് കുല്ല സഫീനത്തിന് ഖസ്ബ എന്ന് പറയില്ല അള്ളാഹു തആല. മൂസാ നബി ഖിദിർ നബി കയറിയ കപ്പല് ഖിദിർ നബി എന്ത് ചെയ്ത് ഇങ്ങനെ പതുക്കെ ഇരുന്നിട്ട് അതിന്റെ ഫലകം കൊണ്ട് പൊളിച്ച് കേടുവരുത്തി. എന്തിനാ മൂസാ നബി ഖിദിർ നബി നിങ്ങളെ ചെയ്യുന്നത്? നമ്മൾ സഞ്ചരിക്കുന്ന ഈ കപ്പലിന്റെ ഫലകം എടുത്ത് മാറ്റിയാൽ വെള്ളം ഉള്ളോട്ട് തള്ളിക്കേറി നമ്മളെ മുങ്ങി മരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അതിന്റെ കാരണം വിശദീകരിച്ച സന്ദർഭത്തിൽ ഇതാണ് വക്കാന വറഅഹും മലിക്കുൻ, അവർക്ക് പിന്നിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. മലിക്കു യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബൻ, എല്ലാ കപ്പലും കവർച്ച ചെയ്ത് പിടിച്ചെടുക്കുന്നതായ ഒരു രാജാവ് അവർ പിന്നിൽ വരുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ ഈ കപ്പലും പിടിക്കൂല, എന്നാ പിന്നെ ഇത് ഓട്ടാക്കേണ്ട കാര്യം എന്നുള്ളത് മൂസാ നബി മനസ്സിലായി. ഖിദിർ നബി പറഞ്ഞത് മൂസാ നബിക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി, സഹാബത്തിന് മുസ്ലിം ലോകത്തിന് മനസ്സിലായി. എന്നാ മൗലവിമാർ അർത്ഥം വെക്കുക എല്ലാ കപ്പലും എന്നാണ്. ഇത് എല്ലാ കപ്പലും, അതായത് കേടുള്ള കപ്പലും കേടില്ലാത്ത കപ്പലും രാജാവ് പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഓട്ടാക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ കുല്ല സഫീനത്ത് വെച്ചാൽ ഈ കപ്പൽ, അതായത് നല്ല എല്ലാ കപ്പലുകളും, പിന്നെ പോരായ്മ വരെ, അതായത് നല്ല കേട് വരാത്ത എല്ലാ കപ്പലും എന്നാണ് അർത്ഥം വെക്കേണ്ടത്.
അതുപോലെ കുല്ലു ബിദഅത്ത് ദലാല വെച്ചാല് ശരീഅത്ത് നിയമങ്ങളോട്, ശരീഅത്തിന്റെ മഖ്സൂദിനോട്, അതിന്റെ ഇസ്ലാമിന്റെ ഉസൂലിനോട് യോജിക്കാത്ത എല്ലാ ബിദഅത്തും ദലാലത്ത്, അങ്ങനെ അർത്ഥം വെക്കേണ്ടത്. എല്ലാം എപ്പോഴും വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് അഫിഹ കുല്ലു ഷൈഇൻ, തഫ്സീലിൽ കുല്ലു ഷൈഇ, എല്ലാ വസ്തുവിനും വിശദീകരണം ഉണ്ട് തൗറാത്തിൽ എന്ന് പറഞ്ഞാല് അവർക്ക് ആവശ്യമായ വിഷയത്തിന്റെ ആ വിഷയങ്ങൾ ഏതൊക്കെയാണ് ഹലാല്, ഏതൊക്കെയാണ് ഹറാമ്. മുമ്പ് അവര് ഈജിപ്തിലായിരുന്നു. ഈജിപ്തിലായപ്പോൾ അവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ആ ഭരണകൂടത്തിന്റെ കീഴിലായിക്കൊണ്ട് അവര് അടിമകളായി ജീവിക്കുകയായിരുന്നു. ഏതായിരുന്നാലും അവർക്കൊരു ഭരണമുണ്ടായിരുന്നു, അവർക്കൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷെ അവരിന്ന് ആ ഭരണത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് അവർ സീനാ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർക്ക് നിയമം വേണ്ടി വന്നല്ലോ. അവർക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന നിയമങ്ങൾ ആവശ്യമായപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിനിറക്കി കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ഹലാല് ഹറാമുകളും വിശദീകരണങ്ങൾ അതിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ രണ്ടിന്റെ ഉത്തരമായി. മനസ്സിലായില്ലേ? അല്ലാഹു പറഞ്ഞില്ലേ വകതബ്നാ ലഹു ഫിൽ അൽവാഹി മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളും വെച്ചാൽ അവിടെ എന്താണ്, അതായത് അവർക്ക് ആവശ്യമാകുന്ന എല്ലാ വസ്തുക്കളും എന്ന അർത്ഥം. മൗഇദതൻ വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ ഫഖുദ്ഹാ ബിഖുവത്തിൻ വഅ്മുർ ഖൗമക യഅഖുദൂ ബിഅഹ്സനിഹാ സഉരീകും ദാറൽ ഫാസിഖീൻ. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? തൗറാത്തിനെ കുറിച്ചാണ് അല്ലേ? തൗറാത്തിന്റെ പരിശുദ്ധ ഖുർആൻ തൗറാത്ത് 2 ലൗഹുകൾ എന്നല്ല അൽവാഹുകൾ എന്ന് പറഞ്ഞത്. അതിന് മറുപടിയായി കുല്ലു ഷൈഇൻ തഫ്സീലുണ്ട് എന്ന് പറഞ്ഞതിനുള്ള അതിനുള്ള മറുപടിയായി. അപ്പൊ കുല്ലു ഷൈഇൻ തഫ്സീലു എന്ന് പറഞ്ഞെടുത്ത് ഉള്ള ഇഷ്കാലിന് മറുപടി നമ്മൾ പറഞ്ഞു. മൗലവിമാര് ഇതൊക്കെ തന്നെ ഇതാ നോക്കണം. ഈ മൗലവിമാർ ഉന്നയിക്കുന്ന എല്ലാ വാദത്തിന്റെയും അസല് എവിടേക്കാ പോകുന്നതെന്നറിയോ? ഇതേമായി തുല്യവാദങ്ങൾ മുമ്പ് ജൂത ക്രിസ്ത്യാനികൾ ഉന്നയിച്ചിട്ടുണ്ട് അവരുടെ പ്രവാചകന്മാരോട്, അല്ലെങ്കിൽ അവർക്ക് ശേഷം വന്ന പ്രവാചകന്മാരെ കുറിച്ചുകൊണ്ട് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൊടി തട്ടിയിട്ട് വേറെ രൂപത്തിൽ ഉന്നയിക്കുകയാണ് ഇന്ന് മൗലവിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അല്ലാഹു അലം, അവർ ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തിൽ. പിന്നെ ഓക്കെ, അപ്പൊ നമ്മളിതാ പിന്നെ കപ്പൽ പൊളിച്ചതും കുല്ലു ബിദഅത്തും ദലാലയും തമ്മിൽ എന്താണ് ബന്ധം? ഒന്ന് വിശദീകരിക്കാമോ? അത് വിശദീകരിച്ചല്ലോ, നിങ്ങൾ കേട്ടില്ല. ഒരാളുടെ സംശയമാണ് കപ്പൽ പൊളിച്ചതും കുല്ലു ബിദഅത്തും ദലാലയും. കുല്ലു ബിദഅത്തും ദലാല എന്ന് പറഞ്ഞാൽ എല്ലാ ബിദഅത്തും വൈകേടിത്തരത്തിലാണ് എന്നാണ് സാധാരണ മൗലവീസ് അർത്ഥം വെക്കാറുള്ളത്. അത് ശരിയല്ല. ഖുർആനിൽ കുല്ലു എന്ന് പറഞ്ഞാൽ സർവ്വ ബിദഅത്തും എന്ന അർത്ഥമില്ല. മനസ്സിലായില്ലേ? ഖുർആനിൽ കുല്ലു എന്ന് പറഞ്ഞാല് അതിനെന്തുണ്ട്, ചില വ്യവസ്ഥകൾക്ക് വിധേയമായതാണ്. ഉദാഹരണം പറയാ, കുല്ലു ബിദഅത്തും ദലാല വെച്ചാൽ നമ്മൾ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്ന കുല്ലു ബിദഅത്തും ദലാല എന്നുള്ളത്, പിന്നെ ശ്രോതാക്കൾ ക്ഷമിക്കണം, ഒരു സംശയാലുവിന്റെ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഒന്നുകൂടി ആവർത്തിക്കുന്നത്. കുല്ലു ബിദഅത്തും ദലാല എന്ന ഹദീസിന്റെ ബാഹ്യം പിടിച്ചുകൊണ്ടാണ് എല്ലാ ബിദഅത്തും വഴികേടാണ് എന്ന് മൗലവിമാർ പ്രചരിപ്പിക്കുന്നത്. അതെല്ലാ വിഭാഗം മൗലവിമാരും പെടും. മനസ്സിലായില്ലേ? എന്നാൽ അത് അങ്ങനെ അർത്ഥമുണ്ടോ? യഥാർത്ഥത്തില് അങ്ങനെ അർത്ഥമില്ല. എന്തുകൊണ്ട് അർത്ഥമില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ വിശദീകരിക്കേണ്ടത് നബി തങ്ങൾ തന്നെയാണ് ആദ്യമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് പിന്നെ നിരുപാധികമായി വിശദീകരിച്ചു, ഒരു സ്ഥലത്ത് സ്വാഭാവികമായി വിശദീകരിച്ചു. എങ്കിലെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മുഖയ്യതായിട്ടും ഒരു സ്ഥലത്ത് മുജ്മലായിട്ടും വിശദീകരിച്ചെങ്കിൽ ഈ മുജ്മലിനെ മുഖയ്യദിനോട് എന്തെങ്കിലും കൈതാക്കണം. ഒരു സ്ഥലത്ത് സ്വാഭാവികമായി പറഞ്ഞു, ഒരു സ്ഥലത്ത് നിരുപാധികമായി പറഞ്ഞു എങ്കിൽ ഈ നിരുപാധികതയെ സ്വാഭാവികമായി കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാ പറഞ്ഞതർത്ഥം. അതായത് ഒരു സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു, മൻ ഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ അതിൽ പെടാത്ത വല്ലതിനെയും ആരെങ്കിലും പുതുതാക്കി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മനസ്സിലായോ പറഞ്ഞത്? നമ്മുടെ ചരിത്രത്തിൽ നിന്നൊക്കെ പോയിപ്പോ ഏതോ വിഷയത്തെ എവിടേക്ക് എത്തിയിരുന്നാലും വേണ്ടില്ല, കുറച്ചേരം ക്ഷമിക്കുക. കാരണം റബീഉൽ മാസമാണ് ഇപ്പോ ഇത് പിന്നെ പല മൗലവിമാരും സംശയത്തിലാക്കുന്ന വസ്തുതയാണ്. അപ്പോ പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞത്? മൻ ഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു. ബുഖാരിന്റെ ഹദീസാണ്. ഈ ദീനിൽ അതിൽ പെടാത്ത ഒന്നിനെ പുതുക്കിയാൽ, അപ്പൊ ദീനിൽ പെട്ട ഒന്നിന് പുതുക്കലുണ്ട്, പെടാത്ത ഒന്നിന് പുതുക്കലുണ്ട് എന്ന് മനസ്സിലായല്ലോ.
ദീനിൽ പെടാത്ത ഒന്നിന് പുതുക്കുകയാണുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാരണം എന്നതാണ്, ദീനിൽ പെട്ടതായിരിക്കുന്ന പുതുക്കലുണ്ട്, ദീനിൽ പെടാത്ത പുതുക്കാൻ നടത്താൻ തന്നെ രൂപ മുമ്പില്ലാത്തതെന്നാണ്. പുതുക്കുക മൻ ഹദസ അല്ലെ, ആ ഹദീസ് എങ്ങനെയാണ് പറയാം, മൻ അഹദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അല്ലേ, ഇതാണ് ഹദീസ് ഉള്ളത്. മൻ അഹദസ ഫി അംരിന ഹാദ, നമ്മുടെ ഈ കാര്യത്തിൽ വല്ലവരും പുതുതാക്കി ഉണ്ടാക്കി. എന്താണ് പുതുതാക്കാൻ വെച്ചാല് രൂപങ്ങളോ പ്രവർത്തന ശൈലിയോ മുമ്പിൽ ഇല്ല. പ്രവർത്തന പദത്തിൽ അതിന് രൂപം അവർ മുമ്പ് ചെയ്ത് കാണിച്ചിട്ടില്ല. പക്ഷെ അതെന്തായിരിക്കണം, മാലൈസമിന് അതിൽ പെടാത്ത ഒന്നിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഫഹുവറദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, യാതൊരു സംശയമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ദീനിൽ അതിൽ പെടാത്ത ഒന്നിനെ പുതുക്കിയാൽ തള്ളപ്പെടേണ്ടതാകുന്നു. അപ്പൊ ഇതിന്റെ നേരെ മഫ്ഹൂം എന്താണ്? ദീനിൽ പെട്ട ഒരു വിഷയം ആരെങ്കിലും പുതുതാക്കി ഉണ്ടാക്കിയാൽ അത് സ്വീകാര്യോഗ്യമാണ്. അതിന് നേരെ അർത്ഥം എന്താണ്? അത് നേരെ മഫ്ഹൂമ് മൻ അഹദസ ഫി അംരിനാ ഹാദാ മാ ഹുവ ഫീഹി ഫഹുവ മഖ്ബൂലുൻ. അല്ലേ, ഇതാണ് ഇതിന്റെ നേരെ മഫ്ഹൂം. അത് പറഞ്ഞാണ് ദീനിൽ പെടാത്ത ഒന്നിനെ പുതുക്കിയാൽ അത് തള്ളപ്പെടും. അതിന് നേരെ മഫ്ഹൂം എന്താ? ദീനിൽ പെട്ട ഒന്നിനെ ഒരാൾ പുതുക്കി അതിന് പുതിയതായ രീതിയും ഭാവവും ഒക്കെ ഒരാൾ കൊണ്ടുവന്നാൽ അത് സ്വീകാര്യമാണ്. കാരണം ദീനിൽ അടിസ്ഥാനമുണ്ട്. ദീനിൽ പെട്ടെന്ന് വെച്ചാൽ ദീനിന്റെ അസ്ലുകളോട് യോജിക്കുന്നത്. ഒന്നിരിക്കൽ ഖുർആാനിനോട് യോജിക്കും, ഖുർആന്റെ ആമ അർത്ഥത്തിൽ പെടും, അല്ലെ ഖിയാസ് കൊണ്ട് അതിൽ പെടും, ഹദീസ് കൊണ്ട് പെടും, ഇജ്മാ കൊണ്ട് പെടും. ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഖുർആൻ കൊണ്ടോ അതിൽ പെടുന്നതായിരിക്കുന്ന ഒരു വിഷയത്തിന് മുൻ മാതൃകകളില്ലാത്ത ഒന്നിനെ ഒരാൾ പുതുക്കിയാൽ അത് സ്വീകാര്യോഗ്യമാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ഹദീസോ അതിൽ പെടാത്ത ഒന്നിന് പുതുക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് വേണം കുല്ലു ബിദ്അത്തു ദലാല എന്നുള്ളത് വിശദീകരിക്കേണ്ടത്. കുല്ലു ബിദ്അത്തു ദലാല വെച്ചാൽ എല്ലാ ബിദ്അത്തും ദലാലത്തൊന്നല്ല, ദീനിന്റെ മൂല്യങ്ങളോട് യോജിക്കാത്ത, അടിസ്ഥാന സിദ്ധാന്തങ്ങളോട് യോജിക്കാത്ത എല്ലാ ബിദ്അത്തും തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് നിരുപാധികമായിട്ടും മറ്റൊരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും പറഞ്ഞതുകൊണ്ട് നിരുപാധികമായി പറഞ്ഞതിനെ സ്വാഭാവികത്വമായി കൂട്ടിക്കെട്ടിയിട്ട് വിശദീകരിക്കണമെന്നാണ് ഉസൂലിന്റെ ഉലമാ പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ എന്ത് വെക്കാൻ പാടില്ല? കുല്ലു ബിദ്അത്തു ദലാല എന്നുള്ളത് എല്ലാ ബിദ്അത്തു ദലാല എന്ന് വെക്കാൻ പാടില്ല. അതിനെന്താ നമുക്ക് പറഞ്ഞത്? അതിനാണ് ഞാൻ എന്ത് തെളിവോദത്? യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. ഇവിടെ ചോദ്യകർത്താൻ ചോദ്യത കപ്പലും പൊളിച്ചതും ഇതുമായിട്ട് എന്താ ബന്ധം? കപ്പൽ പൊളിച്ചതും പറഞ്ഞത് എങ്ങനെയാണ്? ഇതാ പിന്നെ മൂസാ നബി ഖിദിർ നബിയും കൂടി കയറിയതായിരിക്കുന്ന കപ്പൽ ഖിദിർ നബി പൊളിച്ചു. മൂസാ നബിയുടെ ദൃഷ്ടിയിൽ അത് ശരിയാണ്. ആരുടെ ദൃഷ്ടിയിലും കയറിയ കപ്പൽ ഇരിക്കുന്നമാരെ ആരും മുറിക്കോ? കയറി ഇരിക്കുന്നമാരെ ആരും മുറിക്കില്ലല്ലോ. അപ്പൊ ഖിദിർ നബി അലൈഹി സ്വലാം അവർ കയറിയ കപ്പൽ തന്നെ പൊളിക്കാൻ നോക്കിയാണ്. അത് തടയണം. പക്ഷെ അതിന് പിന്നിൽ വേറൊരു രഹസ്യം ആർക്കറിയാം? ഖിദിർ നബിക്കറിയാം. പക്ഷെ ആ അറിവിലേക്ക് അവിടേക്ക് എത്തിയിട്ടില്ല ആരും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏതായിരുന്നാലും അങ്ങനെ എന്ത് ചെയ്ത് ആ കപ്പൽ പൊളിക്കും. മൂസാ നബി എന്തിനാ കപ്പൽ പൊളിക്കുന്നത്? അപ്പൊ അതിന് മറുപടി കൊടുത്തെന്താണ്? ഖിദിർ നബി മറുപടി കൊടുത്തത്, ഇതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു രാജാവ് വരുന്നുണ്ട്. വക്കാന വറഅഹും മലിക്കുൻ. അവരെ പിന്നിൽ ഒരു രാജാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. യഖുദു കുല്ല സഫീനത്ത്, എല്ലാ കപ്പലും ആൾ പിടിച്ചെടുക്കും മുഖസ്ബൻ കവർച്ച ചെയ്തിട്ട്. അപ്പൊ എല്ലാ കപ്പലും പിടിച്ചെടുക്കാൻ വേണ്ടി രാജാവ് വരുന്നുണ്ട്. അത് രക്ഷപ്പെടാനാണ് ഇത് ചെയ്തു വെച്ചാൽ ഈ കപ്പൽ ഇങ്ങനെ ചെയ്താൽ പിടിക്കൂല എന്നല്ലേ അതപ്പം? നമ്മൾ ഈ കപ്പലിനെ കേട് വരുത്തിയാൽ ആ രാജാവ് പിടിക്കൂല. അപ്പൊ ആ പറഞ്ഞ അർത്ഥം എന്താണ്? എല്ലാ കപ്പലും നിറഞ്ഞാൽ എല്ലാ കപ്പലും അല്ല, കേടുള്ളതും കേടില്ലാത്ത കപ്പലൊക്കെ പിടിക്കുന്നുള്ളതല്ല, കേടില്ലാത്ത എല്ലാ കപ്പലും പിടിക്കുന്നതാണ് ഖുർആൻ ആയത്തിന്റെ അർത്ഥം. അതുപോലെയാണ് എല്ലായിടത്തും നമ്മൾ കുല്ലു കാണുന്നിടത്തൊക്കെ മുഴുവൻ അർത്ഥം വെക്കരുത്. സാന്ദർഭികമായിട്ടുള്ള അർത്ഥം അവിടെ പരിഗണിക്കണം. സന്ദർഭവും തെളിവുകളൊക്കെ നോക്കിയിട്ട് വേണം പരിഗണിക്കുക. അതിനാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ വിഷയങ്ങൾ എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ ആ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടൊക്കെ വളരെ വ്യക്തമായതാണ്. മൗലവിമാർ വെക്കുന്ന ദുർവ്യാഖ്യാനമാണ്. ഖുർആൻ ഹദീസ് എന്താണ് തിരിയാത്ത അന്തല്ലാത്തത് കൊണ്ടാണ് അവരുടെ അത്തരം വാദങ്ങൾ മനസ്സിലാക്കുക. അപ്പോ അത്തരം ഹദീസിന് ചുവട് പിടിച്ചുകൊണ്ടാണ് മൗലിദും കാര്യങ്ങളൊക്കെ അവർ എതിർക്കുകയും ചെയ്യുന്നത്. ഏതാണ് വിഷയത്തിലേക്ക് മടങ്ങി വരിക? അതെ, മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, ഇതും അതിനെ കൈതാക്കുന്ന ഹദീസാണ്. ഞാൻ പറയാൻ പറഞ്ഞതാണ്, മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ ഫഅമില ബിഹാ ഫഉമില ബിഹാ കാന ലഹു അജ്റുഹാ വമിസ്ലു അജ്റു മൻ അമില ബിഹാ ലാ യൻഖുസു മിൻ ഫിഅലി വലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈഅ. വളരെ വ്യക്തമായിട്ട് ഈ ഹദീസുകൾ. അതുപോലെ തന്നെ മൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ എന്ന് വേറെ ഹദീസുണ്ട്.
ഈ ഹദീസുകളൊക്കെ കൂട്ടിയിട്ടാകുമ്പോൾ ഒരു ആശയം കാണേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് നോക്കി പിടിച്ച് ഇതാ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ഹദീസ് മനസ്സിലാക്കാത്ത റസൂലുള്ളാഹിന്റെ ഇവിടെ പഠിപ്പിച്ച മതത്തിനെ തെറ്റിദ്ധരിപ്പിക്കാണ്ടായിരിക്കും ശത്രുക്കളുടെ ആ ശ്രമത്തിന് പിന്തുണ കൊടുക്കൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഇനി ഒരു വിഷയത്തിലേക്ക് വരിക. അപ്പൊ ഇവിടെ കതബിനാഫിൽ അൽവാഹി മീൻ കുല്ലി ഷൈ എന്ന് പറഞ്ഞാല് ഇവിടെ ഓരോ ലിസ്റ്റുകളൊക്കെ പറഞ്ഞതുപോലെ എല്ലാ വസ്തുക്കളും തൗറാത്തിലുണ്ടോ? 10 വസിയത്തല്ലേ ഉള്ളൂ എന്നുള്ളതിന് മറുപടി 10 വസിയത്താണെങ്കിൽ അതൊരു 1.5 വസിയത്താണത്. മനസ്സിലായില്ലേ? നമ്മളൊരു പ്രയോഗം ഉണ്ടല്ലോ, ആ വസിയത്തിലെല്ലാം ഉണ്ട്, വിശദീകരണങ്ങൾ അതിലൊക്കെ ഉണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ ആര് കൊടുത്തിട്ടുണ്ട്? മഹാനായിരിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എല്ലാത്തിനും വിശദീകരണം എന്ന് പറയുന്നില്ലേ? നമ്മുടെ ഖുർആൻ തന്നെ എല്ലാത്തിനും വിശദീകരണമാണ്. ആ ഏതോടുകൂടെ വിശദീകരണമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണത്തോടുകൂടെ നുസ്സലയിലേക്ക് കിതാബ് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സല ഇലൈഹിം, അങ്ങനെ അല്ലാഹു പറഞ്ഞത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സല ഇലൈഹിം. ഓ പ്രവാചകരെ, നിങ്ങൾ അവരിലേക്ക് ഇറക്കപ്പെട്ട ഒന്നിനെ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെ വിശദീകരിക്കുമ്പോഴാണത് തഫ്സീലുൽ കുല്ലി ഷൈഇൻ എന്നുള്ള ആ അർത്ഥത്തിലേക്ക് അത് വരികയുള്ളൂ. അതുപോലെ മൂസാ നബി സ്വലാം വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് തൗറാത്തിലെ വിഷയങ്ങൾ. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ ആ തൗറാത്തിൽ 10 സമീർപാട് അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആ തൗറാത്തിലെ 10 വസിയത്തുകൾ ഏതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. അതും കൂടി നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ശവവാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം ഒന്നാമതായിട്ട് ഞാൻ ഇപ്പോ അറബി ക്രിസ്ത്യാനികളുടെ ജൂതന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട്. അവരുടെ പിന്നെ വേദഗ്രന്ഥത്തിലും പിന്നെ ഇതിലൊക്കെ എഴുതിയ ഈ വിശുദ്ധ വേദത്തിൽ എഴുതിയ ആ വസിയത്തുകളാണ് ഞാനിവിടെ വെക്കുന്നത്. ഒന്നാമതായിട്ട് മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല കൊടുത്ത വസിയത്തിൽ ഒന്നാമത് പറയുന്നു, ലാ യകുൻ ലക ആലിഹത്തുൻ നുഖ്റ അമാമി. അതോ ഏകദൈവ വിശ്വാസം, തൗഹീദ്. അപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാമിനോട് ഏറ്റവും തൗഹീദ്പരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മതം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ കഴിയാ? അത് എന്താണ്? യഹൂദ മതമാണ്. തൗഹീദ്പരമായിട്ട് കൂടുതലൊന്നും വ്യതിചലിച്ചു പോവാത്തതായിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാരാണ്? ജൂതന്മാരാണ്. മനസ്സിലായില്ലേ? അവര് കാരണം ഈ തൗറാത്ത് മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷെ അതില് മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലും ആശയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നേരെ ഘടകവിരുദ്ധാണ്. ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, അവരിൽപ്പെട്ട വളരെ ചുരുങ്ങിയൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞ ചെറിയ വിഭാഗം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും പറഞ്ഞതല്ല, ചില വിഭാഗങ്ങൾ മാത്രം പറഞ്ഞതാണ്. അപ്പോ ഒന്നാമത്തെ വസിയത്ത് എന്താണ്? 10 വസിയത്ത് എന്ന് പറയുന്ന ഒന്നാമത്തെ വസിയത്ത് ലാ യകുൻ ലക ആലിഹത്തുൻ നുഖ്റ അമാമി. നമ്മൾ ഖുർആന്റെ വചനം ഇതുമായിട്ട് എന്തൊരു വ്യത്യാസം ഉണ്ടല്ലേ? ഇതൊക്കെ എന്തോ ഒരു കാരണം അസ്ലി ഭാഷ അല്ലത്. ഇത് അസ്ലി ഭാഷയല്ല. ഭാഷ അറബിയിലാണെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ അസ്ലി ഭാഷയിലല്ലോ. മൂസാ നബി അലൈഹി സ്വലാം ഹിബ്രു അല്ലേ? അബ്രായനല്ലേ? ഇസ്രായേലിയാണ്. അത് ഹിബ്രു ആയിരുന്നു സംസാരിച്ചിരുന്നത്. അതിന്റെ ഹിബ്രു അസ്ലു കോപ്പി, തൗറാത്തൻ ഹിബ്രു അസ്ലു കോപ്പി അല്ല, അത് ഏതുള്ളതാണ്? ഗ്രീക്ക് കോപ്പിയാണുള്ളത് എന്ന് ലോകത്ത് അറിയപ്പെടുന്നത്. ഗ്രീക്കിന്റെ ഭാഷകളിലായിരിക്കും ഒരു കോപ്പിയാണെന്ന് അറിയപ്പെടുന്നത്. ഏതായിരുന്നു? ലാ യകുൻ ലക ആലിഹത്തുൻ നുഖ്റ. വാക്കിലുണ്ടല്ലോ ഒരു സാഹിത്യം. നമ്മുടെ ഖുർആന്റെ പദങ്ങൾ ഉള്ളത് പോലുള്ള സാഹിത്യം, ആ രുചി പോലും ഇത് ഈ വാക്കുകൾക്കില്ല. ആശയം നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത് അപ്പൊ എന്തായി? അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല. ഒന്നാമത്തെ വസിയത്ത് അതാണ്. പക്ഷേ മൂസാ നബി ഇതുമായിട്ട് വരും. ഞങ്ങൾ ആലോചിച്ച് നോക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതുമായിട്ടാണ് വരുന്നത്. 10 വസിയത്തുമായിട്ടാണ് തൂരി സീനാ പോയി ജബലിൽ കയറിയിട്ട് അത് വാങ്ങി വരുമ്പോൾ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പശുക്കുട്ടിനെ ആരാധിച്ചുകൊണ്ട് പശുക്കുട്ടിനെ ആരാധിച്ച് നിൽക്കുന്ന അതിദയനീയമായ അതിഗൗരവമേറിയതായിരിക്കുന്ന സംഗതിയാണ് അവർ ചെയ്തു വെച്ചത്. ഏതായിരുന്നാലും ഒന്നാമത്തെ വസിയത്ത് അത് തന്നെ. അപ്പൊ രണ്ടാമത്തെ വസിയത്ത് എന്താണ്? നോക്കിക്കോളൂ. പക്ഷെ ഇതാരും അംഗീകരിക്കുന്നുണ്ട്. അതാണ് രസം. ഇതാരും അംഗീകരിക്കുന്നത്? സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നുണ്ട്. ഈ വിഷയം ആരും അംഗീകരിക്കുന്നുണ്ട്? ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോ എന്താ സംഭവം ഉണ്ടായത്? ദൈവത്രമായി വെച്ചാല് 3 ആണ്, 1 ആണ്, 3 കൂടി 1 ആണ്, 1 കൂടി 3 ആണ്. ഇങ്ങനെ ഇതാണ് ഇപ്പൊ അവരുടെ സ്ഥിതി. അവര് പറയും ഞങ്ങളിതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഞങ്ങളുടെയും വേദഗ്രന്ഥമാണ്, പരിശുദ്ധമായ വേദഗ്രന്ഥമാണ്, അള്ളാഹുവിന്റെ കലിമത്താണെന്നാ പറയുന്നത്. ഈ അള്ളാഹുവിന്റെ കലിമത്താണ് തൗറാത്ത് എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ത്രിയേകത്വത്തിലേക്ക് എത്തിപ്പോയത്? അവരിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുവിനെ വേറെ ഇലാഹുകളാക്കാൻ പാടില്ല. അവർ വിശ്വസിക്കുന്നു
ദൈവം മനുഷ്യ രൂപത്തിൽ ജഡരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നടക്കുന്ന ദൈവമാണ് ഈ യേശു എന്ന് വിശ്വസിക്കുന്നവർ. യേശു ദൈവം അവിടെ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ മോഹൻ ഇങ്ങോട്ട് അയച്ചതല്ല, മനുഷ്യരൂപത്തിൽ അവതരിച്ചു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. ചിലർ പറയുന്ന അള്ള തന്നെയാണെന്ന് പറയുന്നു, ചിലർ പറയുന്ന അള്ളാഹുവിന്റെ മനുഷ്യരൂപത്തിൽ അവതരിച്ച ദൈവമാണ് എന്ന്. രണ്ട് ദൈവം എന്നൊരു പറയുന്നത്, ഒറ്റ ദൈവമുള്ളൂ, ആ ദൈവമാണ് ഇവിടെ നടക്കുന്നത്, ദൈവത്തിന്റെ മനുഷ്യരൂപമാണ് ഇവിടെ ഉള്ളത്, അതിനൊരു മോനെന്ന് പറയുന്നു മാത്രം. ഏതായിരുന്നാലും ഒന്നാമത്തെ വസിയത്ത്. രണ്ടാമത്തെ വസിയത്ത് എന്താണ്? ലാ തസ്നഅ ലക തിംസാലൻ മൻഹൂതൻ. കണ്ടോ, പ്രതിമ, കൈകൊണ്ട് കെട്ടിയുണ്ടാക്കിയ പ്രതിമ ഉണ്ടാക്കരുത്. വലാ സൂറത്തൻ മിമ്മാ ഫിസ് സമായി മിൻ ഫൗഖി വമാ ഫിൽ അർളി മിൻ തഹ്തു. ഭൂമി മേൽഭാഗത്തിലെ ഭൂമിയുടെ ഏതെങ്കിലും ഒന്നിന്റെയോ അല്ലെ ആകാശത്തിന്റെ മേൽഭാഗത്തുള്ള ആകാശത്തുള്ള ആർക്കും ഒന്നിന്റെയോ അല്ലെ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒന്നിന്റെയോ പ്രതിമയും രൂപമൊന്നും ഉണ്ടാക്കരുത്. വമാഫിൽമായി മിൻ തഹത്തിൽ അർളി, ഭൂമിക്കടിയിലുള്ളായിരിക്കുന്ന വെള്ളത്തിലുള്ളായിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒന്നിന്റെയും പ്രതിമയോ രൂപമോ ഉണ്ടാക്കരുത്. ലാ തസ്ജുദു ലഹുന്ന വലാ തഅബുദുഹുന്ന, നീ അതിനിക്ക് സാഷ്ടാംഗം ചെയ്യരുത്, അതിനെ ആരാധിക്കരുത്. ലിഅന്നി അന റബ്ബു ഇലാഹുക ഇലാഹുൻ ഗയൂർ, ഞാനാണ് നിന്റെ റബ്ബ്, ഇലാഹായ റബ്ബ് ഞാനാണ്, ഇലാഹുൻ ഗയൂർ, ഗയൂർ ആയിരിക്കുന്ന ഇലാഹി. മനസ്സിലായില്ലേ? അഭിമാനി, അതായത് നീ ആവശ്യമില്ലാത്തത് ചെയ്യുമ്പോൾ കോപിക്കുന്ന ഗൈറത്തുള്ള. അഫ്തഖിദു ദുനൂബൽ ആബായി ഫിൽ അബ്നായി ഫിൽ ജയിലിൽ സാലിഫി വറാബി മിൻ മുബിഗ്ലിയ വഅസ്നൗ ഇഹ്സാനൻ ഇലാ ഉലൂഫി മിൻ മുഹിബ്ബി വഹാഫിലി വസായ. അതൊക്കെ ഇൻഷാ അല്ലാഹ് പോട്ടവരെ പിന്നെ ആ ഭാഗങ്ങൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലായി. അതൊക്കെ വിശദീകരണം അവർ വിശദീകരിക്കുമ്പോൾ നോക്കാം. ചുരുക്കത്തിൽ മറ്റ് ദൈവങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഭൂമിയിലോ ആകാശത്തിലെയോ ഒരു വസ്തുവിന്റെയും ഫോട്ടോകളോ പ്രതിമകളോ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നത് ആ രീതിയിലുള്ള ഫോട്ടോകളും പ്രതിമകളും ഉണ്ടാക്കരുത് എന്നായി. പിന്നെ മൂന്നാമത്തെ വസിയത്ത് എന്താ? മൂന്നാമത്തെ വസിയത്ത് ലാ തൻതിഖ് ബിസ്മി റബ്ബി, റബ്ബിന്റെ പേര് കൊണ്ട് നീ ഉച്ചരിക്കരുത്. ഇലാഹക്ക, നിന്റെ ഇലാഹായ റബ്ബിന്റെ പേര് കൊണ്ട് ബാത്തിലൻ, അള്ളാഹിന്റെ പേരും പറഞ്ഞ് ബാത്തിലിനെ ഉച്ചരിക്കാൻ പാടില്ല. ലിയന്ന റബ്ബ ലാ യുബ്രിഉ മൻ നതഖ ബിസ്മിഹി ബാത്തിലൻ. എന്തുകൊണ്ട്? ദൈവം അള്ളാഹു റബ്ബ് അവന്റെ നാമത്തിൽ ബാത്തിലിനെ പറഞ്ഞ ഒരുത്തൻ എന്ത് ചെയ്യില്ല, അവനെ കുറ്റവിമുക്തനാക്കുകയില്ല, എന്ന് വെറുതെ വിടൂല, ശിക്ഷിക്കുന്ന അർത്ഥം. അപ്പൊ 3 വസിയത്തായി. നാലാമത്തെ എന്താണ്? ജൂതന്മാരുടെ ശാബത്ത് എന്ന് കേട്ടിട്ടുള്ളത്? ജൂതന്മാരുടെ ശാബത്ത്. ജൂതന്മാർക്ക് ശനിയാഴ്ച, ജൂതരാഷ്ട്രത്തിലൊക്കെ ഇസ്രായേലിലൊക്കെ എന്താണ് ശനിയാഴ്ച അവർക്ക് പൊതു ഒഴിവാണ്, മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ. അതാണ് ഇവിടെ 4-മത്തെ വസിയത്ത്. ഉദ്കുർ യൗമസ്സബ്തി ലിതുഖദ്ദിസഹു, ശനിയാഴ്ച ദിവസം നീ സ്മരിക്കുക. സിത്തത്ത് അയ്യാമിൻ തഅമൽ വതസ്നഉ ജമീഅ അമലിക, 6 ദിവസം എന്റെ എല്ലാ പണിയും എടുത്തു വെച്ചോ. 6 ദിവസം, ആഴ്ചയിലെ 6 ദിവസം എല്ലാ പണിയെടുക്കുക. വാമൽ യൗമു സാബി, 7-മത്തെ ദിവസം ഫഫീഹി സബ്തു ലിറബ്ബി ഇലാഹിക, നിന്റെ ഇലാഹിന് വേണ്ടി തന്നെ നീ എന്താണ് അവിടെ ഒഴിഞ്ഞിരിക്കണം. അതായത് ശനിയാഴ്ച ദിവസം സബ്തു ലിറബ്ബി ഇലാഹിക ലാ തസ്ന അമലൻ, ഒരു ജോലിയും ചെയ്യരുത്. അമലമ്മ, ഒരു ജോലിയും നീ ചെയ്യരുത്. അന്ത, നീയും വബുനുക്ക, നിന്റെ മകനും, വബുനത്തുക്ക, നിന്റെ മകളും, വബുദുക്കിന്റെ അടിമയും, അമ്മത്തുക്കിന്റെ അടിമ സ്ത്രീയും, ബഹീമത്തുക്ക നസീലുക്കല്ലതി ദഖല അബ്വാബക, നിന്റെ മൃഗങ്ങളെ കൊണ്ട് നിന്റെ ഒരു പണി എടുപ്പിക്കരുതെന്ന്. മനസ്സിലായില്ലേ? നിന്റെ വീട്ടിൽ ആരും, നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നായിരിക്കുന്ന വിരുന്നുകാരെങ്ങും ആരും ഒരു പണി അന്ന് ശനിയാഴ്ച എടുക്കരുത്. ഇതിലൊക്കെ നമുക്ക് സംശയമുണ്ട്. ചില ആശയത്തിൽ ഒരു പക്ഷാണെങ്കിലും ഇതിലൊക്കെ എന്തുണ്ട്? മൂസാ നബിന്റെ വസിയത്താന്ന് പറഞ്ഞുകൊണ്ട് വന്നതിലൊക്കെ. അതുകൊണ്ട് എന്താണ് കാരണം പറയുന്നത്? 6 ദിവസത്തിൽ അള്ളാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിച്ചു. ഇവരിത് മനസ്സിലാക്കുന്നത്, ഇവർക്ക് ഇവരുടെ അളവ് പോലെ വെച്ചുകൊണ്ട് അവർ മനസ്സിലാക്കുന്നത് 6 ദിവസം എന്ന് പറഞ്ഞാല് ദിവസമാണോ? ആകാശം ഭൂമിയും ഉണ്ടായി, ഗോളങ്ങൾ ഉണ്ടായിട്ടല്ലേ ദിവസം ഉണ്ടാവല്, അല്ലേ? ദിവസം എന്ന് പറയുന്നത് എന്താ സുഹൃത്തുക്കളെ? ദിവസം എന്ന് പറയുന്നത് ഭൂമി നമ്മുടെ ഒക്കെ ചേർത്ത് നോക്കുമ്പോൾ ദിവസം എന്ന് പറയുന്നത് എന്താ? ഭൂമി അതിന്റെ അതൊന്ന് പറയും. അതൊക്കെ ഞാൻ പറയണം, അതൊക്കെ നിങ്ങൾ പഠിച്ചതന്നല്ലേ, അതൊക്കെ സ്കൂളിൽ പഠിക്കണതന്നല്ലേ. അതിന്റെ പിന്നെ അതിന്റെ അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം കറക്കം പൂർത്തിയാക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഒരു ദിവസം ഉണ്ടാകുന്നത്, അല്ലേ? ഒരു ദിവസം ഉണ്ടാകുന്നു. അപ്പൊ ഈ ഭൂമി എന്ന് പറയുന്നത് ഈ ഭൂമി ഗോളത്തിൽപ്പെട്ട ഭൂമിയിൽപ്പെട്ടല്ലോ. അപ്പൊ ആകാശം ഭൂമി 7 ദിവസങ്ങളിൽ നിന്ന് 6 ദിവസങ്ങളിൽ നിന്ന് പറയുമ്പോൾ തന്നെ ദിവസം ആദ്യം മുമ്പ് കണ്ട് ഇവിടെ ദിവസം ഉണ്ടാകുന്നത് തന്നെ ആകാശം ഭൂമി സൃഷ്ടിച്ചതിന് ശേഷമാണ്. അപ്പൊ അതിനൊക്കെ അർത്ഥങ്ങൾ വേറെയാണ്, വിശദീകരണങ്ങളുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ വെക്കണം. നേരം വെളുത്തിട്ടാണോ സൂര്യൻ ഉദിക്കല്,
നേരം വെക്കുന്നതിന് മുമ്പാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് ചോദിച്ചതുപോലെ. അപ്പൊ മനസ്സിലല്ലേ, നേരം വെത്തിട്ടാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് വിഡിത്തല്ലേ? അതുപോലെ പറഞ്ഞപ്പോ ദിവസം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ, അത് അള്ളാഹുവിനാണ് അറിയുള്ളൂ. അപ്പോ അർത്ഥം ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നീ സത്യത്തി അയ്യാമിൻ സന റബ്ബു സമാവൽ അർള, 6 ദിവസത്തിലാ അള്ളാഹു ആകാശഭൂമിയെ പടച്ചു. വൽ ബഹറ കുല്ല മാഫിഹ, സമുദ്രത്തെയും അതിലെ സർവ്വവസ്തുക്കളെയും. വസ്തറാഫിൽ യോമിസാബി, ഇവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടോ. അള്ളാഹുത്തെ 7-ാം ദിവസം വിശ്രമിച്ചു. 7-ാം ദിവസം അള്ളാഹുത്താല വിശ്രമിച്ചു. അപ്പോൾ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, വെള്ളി, പിന്നെ അത് ഈ 6 ദിവസം പണിയെടുത്ത് 7-ാം ദിവസം അള്ളാഹുത്താല വലിയ കുറച്ച് പിന്നെ ക്ഷീണമുള്ള പണിയല്ല എടുത്തത്. അപ്പൊ അള്ളാഹുത്താല കുഴങ്ങിപ്പോയി. 7-ാം ദിവസം അള്ളാഹുത്താല വിശ്രമിച്ചു. ഇതാണ് ഇപ്പൊ അവരുടെ ഈ വസിയത്തിലുള്ളതാണ്. ഇത് നമ്മൾ പറയുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ മഹത്വത്തോട് യോജിക്കാത്ത രീതിയിലുള്ള വിശദീകരണങ്ങൾ അല്ലെ. നമുക്ക് ഇവിടെ യോജിക്കാൻ പറ്റുന്നില്ല. അള്ളാഹുത്താല 7-ാം ദിവസം അള്ളാഹുത്താല വിശ്രമിച്ചു. ലിദാലിക ബാറക റബ്ബു യൗമസ്സബ്തി വഖദ്ദസു, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ശനിയാഴ്ച ദിവസത്തെ അള്ളാഹു പരിശുദ്ധമാക്കിയത്, ബർക്കത്ത് ചെയ്തിരിക്കുന്നത്, അതിനെ വിശുദ്ധമാക്കിയിരിക്കുന്നു. ഇത് ആരുടെ വിശ്വാസമാണ്? ഇത് ഇവരുടെ വിശ്വാസമാണ്. അപ്പൊ ശാബത്ത് ദിനം എന്ന് അവർ പിന്നെ പരിശുദ്ധമാക്കുന്നതിന്റെ അവർ അടിസ്ഥാനമായ രേഖയായി കാണുന്ന വിഷയം പറയുന്നത് മനസ്സിലായില്ലേ. പക്ഷെ നമുക്ക് ഇതിൽ നിന്നുണ്ട് വിയോജിപ്പുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താണ്? സൂറത്ത് പിന്നെ സൂറത്ത് അമ്മയിലല്ലേ പറഞ്ഞത്? എന്താണ്? ഹൽ തറാ മിൻ ഫുതൂർ, മാ മസ്സനാമിൻ ലുഗൂബ് എന്ന് പറയുന്നില്ലേ അല്ലേ? ഒരു സൂറത്ത് പറഞ്ഞു മാ മസ്സനാമിൻ ലുഗൂബ്, ജൂതരും ക്രിസ്ത്യരൊക്കെ വിശ്വസിക്കുന്നത് പോലെ നമുക്കൊരു ക്ഷീണവും ബാധിച്ചില്ല. ഇവർ വിശ്വസിക്കുന്ന എന്താ? അള്ളാഹു താല ക്ഷീണിച്ചിട്ട് 6-ാം ദിവസം വിശ്രമിച്ചു എന്നാ പറയുന്നത്. അള്ളാഹ് പറയുന്ന ഖുർആനിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ മഹത്വം യഥാർത്ഥ രൂപത്തിൽ ലോകത്തിന് പഠിപ്പിക്കുന്നു. മാ മസ്സനാമിൻ ലുഗൂബ്, നമുക്ക് ഒരു ക്ഷീണവും ഒരു കുഴപ്പം ബാധിച്ചിട്ടില്ല. അള്ളാഹു താലാക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയുന്ന അതിന് സമയം ഞൊടിയിടം മതി. ആ സമയം കൊണ്ട് അത് ഉണ്ടായിക്കഴിഞ്ഞ് കുൻ ഇങ്ങനെ പറയണം എന്നുള്ളതല്ല, ആ അത്രക്കും ഞൊടിയിടം കൊണ്ട് അള്ളാഹു താലാക്ക് എല്ലാം പടക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹു താലാക്ക് എന്ത് കുഴക്ക് ക്ഷീണം, അതൊക്കെ ഇവരുടെ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വിശദീകരണത്തിൽ നിന്ന് വിശദീകരണത്തിൽ നിന്ന് അവർ തെറ്റിദ്ധരിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ അവർ എഴുതി വെച്ചതായിരിക്കാം. അപ്പോ 4-മത്തത് ശരിയാണ്. എനിക്ക് കുറെ PM വിട്ട് അതിനെ ഓനാ നേരത്തെ മറുപടി പറഞ്ഞു. പിന്നെ ഓനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാണ്, വേറെ പണിയൊന്നുമില്ല. അതൊരു ചെറിയൊരു അസുഖമാണ്. അപ്പൊ ഞാൻ DN ഇട്ടുകൊണ്ട് പിന്നെ വേറെ ആളെ കൊള്ള തീരുന്നതായിരിക്കും. നേതലാട്ടെ. അപ്പൊ 4-മത്തെ വസിയത്ത് പറഞ്ഞു. 5-മത്തെ വസിയത്ത് എന്താണ്? അക്രിം അബാക വ ഉമ്മക, നിന്റെ മാതാപിതാക്കളെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. നിന്റെ മാതാപിതാക്കളെ നീ ആദരിക്കണം, ബഹുമാനിക്കണം. 10 കൽപ്പനകൾ. 10 കൽപ്പനകള് നമ്മുടെ മലയാള ബൈബിളിൽ ഇങ്ങനെ വായിക്കാതാ. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? 4-മത്തെ എന്താ പറഞ്ഞത്? ഒരു വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കരുത്. ആകാശത്തിലോ ഭൂമിയിലോ ജലത്തിന്റെ ആഴങ്ങളിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയുണ്ടാക്കുകയോ രൂപം മെനയുകയോ ചെയ്യരുത്. ഒരു തരത്തിലുള്ള വിഗ്രഹത്തെയും ആരാധിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യാൻ പാടില്ല. എന്തെന്നോ നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. മറ്റു ദൈവങ്ങളെ എന്റെ ജനത ആരാധിക്കുന്നത് ഞാൻ വെറുക്കുന്നു. എനിക്ക് മറ്റു ദൈവങ്ങളെ എന്റെ ജനത ആരാധിക്കുക ഞാൻ വെറുക്കുന്നു. എനിക്കെതിരെ പാപം ചെയ്യുന്നവൻ എന്റെ ശത്രുക്കളാകും. അവരെ ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും. അവരുടെ മക്കളും കൊച്ചുമക്കളും മാത്രമല്ല അവരുടെ മക്കൾ പോലും ശിക്ഷിക്കപ്പെടാം. പക്ഷേ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ കരുണ കാട്ടും. അവരുടെ ആയിരക്കണക്കിന് തലമുറകളോട് ഞാൻ കരുണാമയനായിരിക്കും. 7-മത്തത്. അപ്പൊ എന്താ പറഞ്ഞത്? ഈ പറഞ്ഞതല്ല. അപ്പൊ അവര് പുറപ്പാട് പുസ്തകത്തിൽ 19-ഉം 18-ലൊക്കെ ഉള്ളത് ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞാ 5-മത്തെ വസിയത്ത് എന്താ നോക്കുക? അക്രിം അബാക വ ഉമ്മക കൈ തതൂല അയ്യാമു കരളി. എനിക്ക് ഭൂമിയിൽ ആയുസ് നീട്ടം കിട്ടണോ, ആയുസ് നീളണോ, ആ ഉമ്മാനെ വാപ്പാനെയൊക്കെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യണം. അല്ലത്തെ യുതീക റബ്ബ് ഇലാഹക്ക, നിന്റെ ഇലാഹ റബ്ബ് നിനക്ക് ഭൂമിയിലുള്ളതായിരിക്കുന്ന നിന്റെ ആയുസ് നീളം കിട്ടണമെങ്കിൽ ഉപ്പാനും ഉമ്മാനിക്കും എന്ത് ചെയ്യണം? നീ ബഹുമാനിക്കണം. അതൊക്കെ നല്ല ഉപദേശങ്ങളാണ്. നമ്മുടെ പരിശുദ്ധ ഖുർആനിലും അതിനേക്കാളും ശക്തമായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ
എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. വലാ തഖുല്ലഹുമാ വൈമാ യബ്ലുഗന്നക അഹദുകുമാ വൈമാ യബ്ലുഗന്നക അഹദുഹുമാ ഔ കിലാഹുമാ അല്ലേ, മാതാപിതാക്കള് രണ്ടുപേരെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ അൽ കിബറ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, അവരോട് ചേർന്ന് പോലും വരാൻ പാടില്ല. അതാണ് അത് ശരിയായ വിശദീകരണം. അതാണ് എന്ന് വരാൻ പാടില്ല എന്നാണ് എന്തെങ്കിലും വേറെ തോന്നിയാസം അതിനേക്കാളും വലിയ വിളിക്കാന്നുള്ളതല്ല. അതുപോലും വരാൻ പാടില്ല, അതിന്റെ അപ്പുറത്തുള്ളത് പറയാനേ പാടില്ല. എന്ന് പോലും വരാൻ പാടില്ല ഉപ്പാനോടും ഉമ്മാനോടും. മനസ്സിലായില്ല? അപ്പൊ അത് ഏറ്റവും വലിയ ഉന്നതമായ മൂല്യത്തോടു കൂടിയുള്ളതായിരിക്കുന്ന ഒരു ഉപദേശമാണ് ഖുർആൻ തന്നത്. അതിന്റെ മറ്റൊരു ആശയം തന്നെയാണ് തൗറാത്തിലുള്ളത്. ഉപ്പായ ഉമ്മായെ നീ ബഹുമാനിക്കണം, നിന്റെ ആയുസ് നീളും. പിന്നെ അടുത്തതെന്താ, ആറാമത്തത് ലാ തഖ്തുൽ, നീ ആരെയും എന്ത് ചെയ്യരുത്, കൊല്ലരുത്. കണ്ടോ, ആറാമത്തെ പിന്നെ വസിയത്ത്, ആരെയും കൊല്ലരുത്. പിന്നെ ഏഴാമത്തെ വസിയത്ത് ലാ തസിൻ, അപ്പൊ ആരെയും കൊല്ലാൻ പാടില്ല. പക്ഷെ ഇന്ന് ജൂതന്മാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൂസാ നബിനെ തൗറാത്താണ് നടപ്പിലാക്കി വരുന്നത്. പാവപ്പെട്ട പിന്നെ ഫലസ്തീനികളെ ദിവസവും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പിശാചുക്കള്. കൊല്ലരുത് എന്ന് പഠിപ്പിച്ച തൗറാത്ത് കൈ പിടിച്ചുകൊണ്ട്, ഒരു കൈ തൗറാത്ത് പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീവ്രവാദികളും ഭീകരവാദികളും ഒരു മതത്തിന് മാത്രം കുത്തകയല്ല, എല്ലാ വിഭാഗത്തിലും ഉണ്ട് തീവ്രവാദികളും ഭീകരവാദികളും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറ്റൊന്ന് ലാ തസ്നി, നീ വ്യഭിചരിക്കരുത്. അപ്പൊ മനസ്സിലായല്ലോ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം, നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം കിട്ടാൻ വേണ്ടി അവരുടെ സുന്ദരികളായ പെൺകുട്ടികളെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ ഇംഗീതത്തിന് ഇതാക്കി കൊടുത്ത് അവരെ മയക്കിയെടുത്തുകൊണ്ടാണ് ബ്ലുഫോർ ഉടമ്പടി അവർ കയ്യിലാക്കിയത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ വിചാരം ഉണ്ടോ? അപ്പൊ തൗറാത്ത് പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമാണ് യൂതന്മാർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ എട്ടാമത്തെ ലാ തസ്രിഖ്, നീ എന്ത് ചെയ്യരുത്, ആരാന്റെ മുതൽ കക്കരുത്. ഇവിടെ കക്കൽ എന്തല്ല, ഇവിടെ അടക്കി മാങ്ങിയല്ല കട്ടത്, അടക്കി തേങ്ങിയല്ല കട്ടത്, രാജ്യം മുഴുവനാ കട്ടത്. ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ട ഭൂമി മൊത്തം പിടിച്ചെടുത്തിട്ട് മുഴുവൻ കവർച്ച ചെയ്ത്, അതിനും എതിര് തന്നെ കക്കരുത് എന്ന് പറഞ്ഞ ആ എട്ടാമത്തെ വസിയത്തിനെതിരെ. അതുപോലെ നിന്റെ അടുത്ത കുടുംബക്കാരനെതിരിൽ നീ എന്ത് ചെയ്യരുത്, കള്ളസാക്ഷ്യം വഹിക്കരുത്. അപ്പൊ അകന്നോന് പറ്റുമോ? അകന്നോന് പറ്റുമെന്ന് വരൂല. അപ്പൊ ആർക്കെതിരിലും നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്, ഒരാൾക്കെതിരിലും കള്ളസാക്ഷ്യം വഹിക്കരുത് എന്നുള്ള. ഇവിടെ ലാ തശ്ഹദ് അലാ കരീബിക, നിന്റെ കരീബിന്റെ എതിരിൽ നീ കള്ളസാക്ഷ്യം ചെയ്യരുത് എന്നാണ്. ഏതായിരുന്നാലും അതിന്റെ അർത്ഥം നമ്മൾ അങ്ങനെ മനസ്സിലാക്കണ്ട, അത് വ്യാപകമായി തന്നെ ആയിരിക്കും. പിന്നെ 10ാമത്തെ വസിയത്ത് നോക്കൂ സുഹൃത്തുക്കളെ, ലാ തശ്തഹി ബൈത കരീബിക, നിന്റെ അയൽവാസിയുടെ വീടിനെ നീ ആഗ്രഹിക്കരുത്. വലാ തശ്തഹി ഇമ്രാത്ത കരീബിക, നിന്റെ അയൽപക്കക്കാരന്റെ ഭാര്യയെ നീ സ്നേഹിക്കരുത്, അവനിലേക്ക് നീ കണ്ണുവെക്കരുത്. അവന്റെ അടിമയെ എന്ത് ചെയ്യരുത്, നീ അവന്റെ അടിമയെ നീ കരസ്ഥമാക്കാൻ ശ്രമിക്കരുത്. വലാമത്തോ, അവന്റെ അടിമ സ്ത്രീയെയും അടിമയും. വലാ സൗറോ, അവന്റെ കാളെ, അവന് എഴുതുന്ന കാളയുണ്ടല്ലോ, വലാ ഹിമാറോ, അവന്റെ കഴുതയും കാളയും അവന്റെ വാഹനങ്ങളെ, അതായത് ഇന്നത്തെ പറഞ്ഞാൽ കഴുതയും പിന്നെ അതുപോലെ കാളയൊന്നുമില്ലെങ്കിലും അവന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അവന്റെ മർക്കബുകള് ഇത് നീ ആഗ്രഹിച്ചു പോകരുത്. വലാശിയം ഇമാലി കരീബിക്ക, നിന്റെ അയൽവാസിക്കുള്ള ഒന്നും തന്നെ നീ എന്ത് ചെയ്യരുത്, അത് നീ കണ്ണുവെക്കരുത്, അതിലേക്ക് നീ കണ്ണുവെക്കരുത്. അവന്റെ വീടും അവന്റെ വീടരെയും അവന്റെ കുടുംബത്തിനെയും അവന്റെ സ്വത്തും മുതലൊന്നും നീ കരകതപ്പെടുത്താൻ നീ ശ്രമിക്കരുത്. ഇതാണ് മൂസാ നബിക്ക് തൗറാത്ത് എന്നുള്ള പേരിൽ അള്ളാഹു തആല ഇറക്കി കൊടുത്തതായിരിക്കുന്ന 10 വസിയത്തുകൾ. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മൂസാ നബി സ്വലം ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഇതിൽ വന്നത് ശരിയായിരിക്കും, എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഒന്നാമത് ഈ വസിയത്തിൽ തന്നെ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ വസിയത്തിൽ പറഞ്ഞ ചില വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല 5-6 ദിവസങ്ങളെ കൊണ്ട് ആകാശഭൂമി സൃഷ്ടിച്ച് 7ാം ദിവസം അള്ളാഹു തആല ഇസ്തിറാഹത്തിൽ ഇരുന്ന്, എന്ന് വെച്ചാൽ വിശ്രമിച്ച്. അതുകൊണ്ടാണ് സബത്ത് എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാന്നാ. അതുകൊണ്ടാണ് ഇത് ശാബത്ത് ദിനം എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തില്ല, നമ്മുടെ അഖീദയോട് യോജിക്കുന്നതല്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു ക്ഷീണവും വിശ്രമവും ആവശ്യമില്ല. അള്ളാഹു തആലക്ക് അങ്ങനത്തെ ഉള്ള പിന്നെ മനുഷ്യനുണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങളൊന്നും അള്ളാഹുവിനൊണ്ടാവുകയില്ല. അപ്പോ ഏതായാലും ഇതാണ് നമ്മൾ പറയുന്നത്. തൗറാത്തിലെ പല ആശയങ്ങൾക്കും
പല ഭാവങ്ങളും ഭേദങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് അപ്പടി മുഴുവൻ വിശ്വസിക്കാനും അതേ അവസ്ഥ മുഴുവൻ തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല. ഖുർആന്റെ ആശയത്തിനോട് യോജിക്കുന്നത് നമ്മൾ സ്വീകരിക്കും. ഖുർആൻ തള്ളിക്കളഞ്ഞ വിഷയമാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നിലപാട്. വളരെ വ്യക്തമായ നിലപാടാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി ചോദിച്ചാൽ, എന്താണ് തൗറാത്ത്, എന്താണ് ഇഞ്ചീല്, അതില് എന്താണ് അതിന്റെ ചെറിയ വിവരണങ്ങൾ, അതിലെത്ര ഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും, പിന്നെ അത് ആരൊക്കെ എങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു എന്നുള്ളതും മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാമിന് തൂരിസിന പർവ്വതത്തിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അള്ളാഹു നൽകിയതായിരിക്കുന്ന തൗറാത്തിലെ 10 വസിയത്തുകൾ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒക്കെ ചെറിയ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അള്ളാഹു നമ്മുടെ ഇൽമുകളൊക്കെ ഹൈറായ ഉപകരിക്കുന്ന രൂപത്തിൽ അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. റബ്ബന അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ